ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകളെ മറ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ. സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭാഗം തന്നെയുണ്ട്. 10 മുതൽ 15 മാർക്ക് വരെ സാധാരണ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് 2006 മുതൽ 2024 വരെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ മത്സര പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് അതാണ്. ഇത് നമ്മൾ നോക്കുന്നതോടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, എന്തെല്ലാം ചോദ്യങ്ങളാണ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ 2006 മുതൽ 2024 വരെ ഇതുവരെ നടന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരീക്ഷകളുടെ 584 സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ PDF ഉൾപ്പെടുത്തിയ ഭാഗമാണ്. ദേവസ്വം ബോർഡ് ഇതുവരെ നടത്തിയ മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. 2006 മുതൽ 2024 വരെ ഇതുവരെ നടന്ന 43 ചോദ്യപേപ്പറുകൾ ഉൾപ്പെടുത്തിയൊരു PDF ആണിത്. സ്പെഷ്യൽ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PDF കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയതാര്? ശിവൻ. രാവണന് ചന്ദ്രഹാസം എന്ന വാൾ നൽകിയത് ശിവനാണ്. ചിത്രസേനന്റെ സൈനികരിൽ നിന്നും ദുര്യോധനനെ രക്ഷിച്ചതാര്? ഉഗ്രസേനൻ. ചിത്രസേനന്റെ സൈനികരിൽ നിന്നും ദുര്യോധനനെ രക്ഷിച്ചത് ഉഗ്രസേനാണ്. ഇവരിൽ ആരാണ് കർണന്റെ പുത്രൻ അല്ലാത്തത്? അർജുനൻ. ഈ തന്നിരിക്കുന്നതിൽ കർണന്റെ പുത്രൻ അല്ലാത്തത് അർജുനനാണ്. എതിരാളിയുടെ പകുതി ശക്തിയോടെ ലഭിക്കുമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രം? ബാലി. എതിരാളിയുടെ പകുതി ശക്തിയോടെ ലഭിക്കുമെന്ന വരം ലഭിച്ച പുരാണ കഥാപാത്രമാണ് ബാലി. സത്യവതിയുടെ വളർത്തച്ഛന് മുന്നിൽ ആയുഷ്കാലം ബ്രഹ്മചാരിയായിരുന്നു കൊള്ളാം എന്ന് ശബ്ദം ചെയ്താരെ? ദേവവ്രതൻ. സത്യവതിയുടെ വളർത്തച്ഛന് മുന്നിൽ ആയുഷ്കാലം ബ്രഹ്മചാരിയായിരുന്നു കൊള്ളാം എന്ന് ശബ്ദം ചെയ്ത് ദേവവ്രതൻ ആണ്. പാലാഴി കടയാൻ മത്തായി ഉപയോഗിച്ച പർവ്വതം? മന്ദര പർവ്വതം. പാലാഴി കടയാൻ മത്തായി ഉപയോഗിച്ച പർവ്വതമാണ് മന്ദര പർവ്വതം. മന്വന്തരം. കാലത്തിൻ്റെ ഒരളവാണ്. മന്വന്തരം എന്നാൽ കാലത്തിൻ്റെ ഒരളവ്. പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്ത ആര്? വിശ്വകർമാവ്. പുഷ്പക വിമാനം രൂപകൽപ്പന ചെയ്തത് വിശ്വകർമാവാണ്. 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയത് ആര്? വ്യാസൻ. 100 പുത്രന്മാരെ ലഭിക്കട്ടെ എന്ന വരം ഗാന്ധാരിക്ക് നൽകിയത് വ്യാസനാണ്. ഘടോൽഗജൻ ആരുടെ മകനാണ്? ഭീമൻ. ഘടോൽഗജൻ ഭീമന്റെ മകനാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമേത്? വള്ളിയങ്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവിയെ അറിഞ്ഞോ അറിയാതെയോ ആരും വിളിച്ചു പോകരുതെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമാണ് വള്ളിയങ്കാവ് ക്ഷേത്രം. മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചതാര്? ദൃഷ്ടിദ്യുമ്നൻ. മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വധിച്ചത് ദൃഷ്ടിദ്യുമ്നനാണ്. പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിൽ? വയനാട്. പ്രശസ്തമായതും എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രവേശനമുള്ളതുമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏത്? തൃക്കളയൂർ ക്ഷേത്രം. കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും അധികം സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ തകർക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമൈറ്റ് ഉപയോഗിച്ചതെന്ന് വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തൃക്കളയൂർ ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് ആഘോഷിച്ചിരുന്നത്? 6 വർഷം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം 6 വർഷത്തിലൊരിക്കലാണ് ആഘോഷിച്ചിരുന്നത്. പുല്ലാട്ടുപൂജ ഈ ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പുല്ലാട്ടുപൂജ നടത്തുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ബാലിയുടെ പിതാവ്? ദേവേന്ദ്രൻ. ദേവേന്ദ്രനാണ് ബാലിയുടെ പിതാവ്. തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് പർണേറ്റ്. ഏതാണ് ഈ ക്ഷേത്രം?
വെള്ളായണി ഭദ്രകാളി ക്ഷേത്രം. വെള്ളായണി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായൊരു ഉത്സവമാണ് പർണേറ്റ്. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയതാര്? അഗസ്ത്യമുനി. ഒരിക്കലും അമ്പുകൾ ഒഴിയാത്ത ആവനാഴി ശ്രീരാമന് നൽകിയത് അഗസ്ത്യമുനിയാണ്. ആരുടെ മുന്നിൽ മാത്രമാണ് ദുർഗാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത്? അംബരീഷൻ. അംബരീഷന് മുന്നിൽ മാത്രമാണ് ദുർഗാസാവ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരു ഡച്ച് കപ്പിത്താൻ 1740 തൻ്റെ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഒരു ഡച്ച് കപ്പിത്താൻ 1740 തൻ്റെ കപ്പലിലെ മണി വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് സമർപ്പിച്ചു. വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഏത്? ഓം നമോ നാരായണായ. വിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് ഓം നമോ നാരായണായ. ഭഗവതിയുടെ മൂലമന്ത്രം ഏത്? ഓം ഹ്രീം ദും ദുർഗായേ നമ. ഭഗവതിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ദും ദുർഗായേ നമ എന്നാണ്. ഗണപതിയുടെ മൂലമന്ത്രം ഏത്? ഗം നമ. ഗണപതിയുടെ മൂലമന്ത്രമാണ് ഗം നമ. ശാസ്താവിൻ്റെ മൂലമന്ത്രം ഏത്? ഓം ഗ്രൂം നമപരായ ഗോത്രേ. ശാസ്താവിൻ്റെ മൂലമന്ത്രമാണ് ഓം ഗ്രൂം നമപരായ ഗോത്രേ. ഇതിൽ പഞ്ചഗവ്യം ഏത്? ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്. ഇതിനാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്. പൂയം നക്ഷത്രം പ്രധാനമായി ആചരിക്കുന്ന ദേവനേത്? സുബ്രഹ്മണ്യൻ. തൈപ്പൂയം എന്ന് കേട്ടിട്ടുണ്ടാവും. പൂയം നക്ഷത്രം പ്രധാനമായി ആചരിക്കുന്ന ദേവനാണ് സുബ്രഹ്മണ്യൻ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷയ തൃതീയ ദിനം ദശാവതാരങ്ങളിൽ ഏത് അവതാരമാണ്? ബലരാമൻ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ അക്ഷയ തൃതീയ ദിനം ദശാവതാരങ്ങളിൽ ബലരാമനാണ്. ശ്രീകൃഷ്ണ കഥകളെപ്പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണകൃതി? ഭാഗവതം. ശ്രീകൃഷ്ണ കഥകളെപ്പറ്റി സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രധാന പുരാണകൃതിയാണ് ഭാഗവതം. പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥം? തന്ത്രസമുച്ചയം. പ്രതിഷ്ഠ മുതൽ ഉത്സവം വരെ താന്ത്രിക കർമ്മങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മൂലഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. എന്താണ് പഞ്ചാക്ഷരം? ഓം നമഃശിവായ. പഞ്ചാക്ഷരം എന്നാൽ ഓം നമഃശിവായ എന്നാണ്. എന്താണ് പ്രണവം? ഓം. ഓം ആണ് പ്രണവം. ജ്യോതിശാസ്ത്ര പ്രകാരം നവഗ്രഹങ്ങളുടെ ശരിയായ ക്രമം ഇതിൽ ഏത്? സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ജ്യോതിശാസ്ത്ര പ്രകാരം നവഗ്രഹങ്ങളുടെ ശരിയായ ക്രമം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു. ഗണപതി ഹോമം നടത്തുന്ന സമയം ഏത്? അരുണോദയം. ഗണപതി ഹോമം നടത്തുന്ന സമയമാണ് അരുണോദയം. ഏകാദശി വ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ്? വിഷ്ണു. ഏകാദശി വ്രതം നോൽക്കുന്നത് വിഷ്ണുവിനെ പ്രതിനിധാനം ചെയ്തിട്ടാണ്. ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഏത് ദേവനെ പ്രതിദാനം ചെയ്തിട്ടാണ്? സുബ്രഹ്മണ്യൻ. ഷഷ്ടിവ്രതം നോൽക്കുന്നത് സുബ്രഹ്മണ്യനെ പ്രതിദാനം ചെയ്തിട്ടാണ്. തൃശ്ശൂർ പൂരം ഏത് മാസത്തിലാണ്? മേടം. തൃശ്ശൂർ പൂരം മേടമാസത്തിലാണ്. ഫുൾ മഴയാണ്, അതുകൊണ്ട് മഴയുടെ സൗണ്ട് വീഡിയോക്കിടയിലുണ്ടാകും. കുചേല ദിനം, അവിൽ ദിനം ഡാഷ് മാസത്തിലെ 30, അതായത് ആദ്യത്തെ ബുധനാഴ്ച ആചരിക്കുന്നു. ഏത് മാസത്തിൽ? ധനു. കുചേല ദിനം അഥവാ അവിൽ ദിനം ധനുമാസത്തിലെ 30, അഥവാ ആദ്യത്തെ ബുധനാഴ്ച ആചരിക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം ഏത് മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി അടുത്ത മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു? എടവം, മിഥുനം. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഉത്സവം എടവ മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി മിഥുനം മാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. രാത്രി പൂര നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. ഏത് മാസത്തിൽ? കുംഭം. രാത്രി പൂര നക്ഷത്രമുള്ള ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല, കുംഭമാസത്തിലെ. ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമിരോഹിണി ഏത് മാസത്തിലാണ്? ചിങ്ങം. ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമിരോഹിണി ചിങ്ങമാസത്തിലാണ്. അശ്വിനി മാസത്തിലെ വിദ്യാരംഭ ദിനം കണക്കാക്കുന്ന വിധം ഏത്? ദശമി പിറന്നാൾ പക്ഷം. അശ്വിനി മാസത്തിലെ വിദ്യാരംഭ ദിനം കണക്കാക്കുന്ന വിധം ദശമി പിറന്നാൾ പക്ഷമാണ്. പൂയം നക്ഷത്രം രാത്രി 10 നാഴികയ്ക്കുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറ്റം. 10-ാം ദിവസം ആറാട്ട് എന്നതാണ്
ഗുരുവായൂർ ഉത്സവം. ഏത് മാസത്തിൽ? കുംഭം. പൂയം നക്ഷത്രം രാത്രി 10 നാഴികയ്ക്കുള്ള ദിവസം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊടിയേറ്റം. 10-ാം ദിവസം ആറാട്ട് എന്നതാണ് ഗുരുവായൂർ ഉത്സവം. ഇത് കുംഭമാസത്തിലാണ്. മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ്. ഏത് മാസത്തിൽ? മീനം. മൂകാംബിക രഥോത്സവം മൂലം പിറന്നാൾ പക്ഷമുള്ള ദിവസമാണ് മീനമാസത്തിൽ. പ്രസന്ന പൂജയ്ക്ക് നട അടച്ച സമയത്ത് മാരാര് അല്ലെങ്കിൽ ചാരടി കൊട്ടിപ്പാടുന്നത്. അഷ്ടപതി. പ്രസന്ന പൂജയ്ക്ക് നട അടച്ച സമയത്ത് മാരാർ അല്ലെങ്കിൽ ഷാരടി കൊട്ടിപ്പാടുന്നത് അഷ്ടപതിയാണ്. മഹാവിഷ്ണുവിൻ്റെ ആയുധം. ധ്യാനം. ശംഖ്, ചക്രം, ഗദ, പത്മം. മഹാവിഷ്ണുവിൻ്റെ ആയുധം ശംഖ്, ചക്രം, ഗദ, പത്മം. അനന്തനാഗത്തിൽ പള്ളികൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തനാഗത്തിൽ പള്ളികൊള്ളുന്ന പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശാസ്താവിൻ്റെ വാഹനം. കുതിര. ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. ശിവന്റെ വാഹനം കാള. ശിവന്റെ വാഹനമാണ് കാള. ഈ ശാസ്താവിൻ്റെ വാഹനം പുലി എന്ന് എഴുതരുത്. പുലിയല്ല വാഹനം, കുതിരയാണ്. വാജിവാഹനൻ അയ്യപ്പൻ. 6 മുഖമുള്ള ദേവൻ സുബ്രഹ്മണ്യൻ. 6 മുഖമുള്ള ദേവനാണ് സുബ്രഹ്മണ്യൻ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശിവൻ. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ഭാഗമായിരിക്കും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യത്തിന് ഉത്തരം ശിവൻ എന്നായിരുന്നു. എന്നാൽ ഭദ്രകാളി, കാളി, കണ്ണകി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആദിപരാശക്തി എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഉത്തരം വന്നിരിക്കുന്നത്. ഫൈനൽ ആൻസർക്ക് പ്രകാരവും ശിവൻ എന്ന് തന്നെയായിരുന്നു ഇതിൻ്റെ ഉത്തരം. ഭദ്രകാളി, മഹാകാളി, ദുർഗ, കണ്ണകി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരാശക്തി എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം അത് ഓർമ്മയിൽ വയ്ക്കുക. തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിന് മംഗല്യപൂജ നടത്തുന്നത് ഏത് ദേവി ദേവന്മാർക്കാണ്? ഗണപതി. തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിന് മംഗല്യപൂജ നടത്തുന്നത് ഗണപതിക്കാണ്. കേരളത്തിലെ ഏക പൂർണ്ണത്രയീശ ക്ഷേത്രം. തൃപ്പൂണിത്തുറ. കേരളത്തിലെ ഏക പൂർണ്ണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തുറയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകൻതൊഴൽ പ്രധാനമായി ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രം. ചോറ്റാനിക്കര ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമായി ആചാരങ്ങൾക്ക് ബന്ധമുള്ള മകൻതൊഴൽ പ്രധാനമായി ആചരിക്കുന്ന എറണാകുളം ജില്ലയിലെ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. കേരള ചരിത്രം, ഉൽപ്പത്തി, ആചാരം, ആഘോഷം ബന്ധപ്പെടുത്തിയ ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. കേരള ചരിത്രം, ഉൽപ്പത്തി, ആചാരം, ആഘോഷം ബന്ധപ്പെടുത്തിയ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. പിതൃബലിക്ക് പ്രധാനമായ പരശുരാമനാൽ പ്രതിഷ്ഠിച്ചു എന്നറിയപ്പെടുന്ന ക്ഷേത്രം. തിരുവല്ലം. പിതൃബലിക്ക് പ്രധാനമായി പരശുരാമനാൽ പ്രതിഷ്ഠിച്ചു എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവല്ലം. മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശിവരാത്രി. ഇത് ഏതൊക്കെ മാസങ്ങളിലാണ് വരിക? മകരം, കുംഭം. മാഘമാസത്തിലെ കൃഷ്ണ ചതുർദശി അർദ്ധരാത്രിക്കുള്ള ദിവസമാണ് ശിവരാത്രി. ഇത് മകരം, കുംഭം മാസങ്ങളിലാണ് വരിക. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ക്ഷേത്ര അനുഷ്ഠാന കല അല്ലാത്തത് ഏത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം ഒരു ക്ഷേത്ര അനുഷ്ഠാന കല അല്ല. ക്ഷേത്ര അനുഷ്ഠാന കലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ചെണ്ട, മദ്ദളം, ഇലത്താളം. ക്ഷേത്രകലയായ കേളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളം, തിമില, ഇലത്താളം, ഇടയ്ക്ക, കൊമ്പ്. സപ്തമാതൃക്കളോടൊപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകൾ ഏതെല്ലാം? വീരഭദ്രൻ, ഗണപതി. സപ്തമാതൃക്കളോടൊപ്പം കിഴക്കും പടിഞ്ഞാറുമുള്ള ദേവതകളാണ് വീരഭദ്രൻ, ഗണപതി. ഉമാമഹേശ്വര പൂജ ഇതിൽ ഏത് ദേവി ദേവന്മാരെ പ്രതിദാനം ചെയ്യുന്നു? ശിവൻ, ശ്രീപാർവതി. ഉമാമഹേശ്വര പൂജ ശിവൻ, ശ്രീപാർവതി ദേവി ദേവന്മാരെ പ്രതിദാനം ചെയ്യുന്നു. പുരാണങ്ങൾ എത്ര? 18 പുരാണങ്ങളാണുള്ളത്. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം. മിഴാവ്. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യമാണ് മിഴാവ്.
നിവേദിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വാഴപ്പഴം ഏത്? കദളിപ്പഴം. നിവേദിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ വാഴപ്പഴമാണ് കദളിപ്പഴം. അഷ്ടദിക്പാലകന്മാരിൽ ദിക്പാലകരുടെ കിഴക്ക് മുതൽ പ്രദക്ഷിണക്രമം ഏത്? ഇന്ദ്രൻ, യമൻ, വരുണൻ, സോമൻ. അഷ്ടദിക്പാലകന്മാരിൽ ദിക്പാലകരുടെ കിഴക്ക് മുതൽ പ്രദക്ഷിണക്രമം ഇന്ദ്രൻ, യമൻ, വരുണൻ, സോമൻ. ഈ ഒരു ഓർഡറിലാണ്. കൈലാസത്തിന് സമീപമുള്ള പ്രസിദ്ധമായ തടാകം മാനസ സരോവരം. കൈലാസത്തിന് സമീപമുള്ള പ്രസിദ്ധമായ തടാകമാണ് മാനസ സരോവരം. സപ്തമാതൃക്കൾ ഏത്? ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി. സപ്തമാതൃക്കളാണ് ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി. പഞ്ചാമൃതം ഏതു ദേവതയുടെ പ്രധാനപ്പെട്ട വഴിപാടാണ്? സുബ്രഹ്മണ്യൻ. പഞ്ചാമൃതം സുബ്രഹ്മണ്യൻ്റെ പ്രധാനപ്പെട്ട വഴിപാടാണ്. നക്ഷത്രം പിറന്നാൽ ആചരിക്കുന്ന നിയമം ഏത്? നക്ഷത്രം ഉദിച്ച് 6 നാഴികയ്ക്കുള്ള ദിവസം. നക്ഷത്രം പിറന്നാൽ ആചരിക്കുന്ന നിയമമാണ് നക്ഷത്രം ഉദിച്ച് 6 നാഴികയ്ക്കുള്ള ദിവസം. വൃത്താകൃതിയുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിൻ്റെ ആകൃതി താഴെ പറയുന്നവൽ ഏത്? സമചതുരം. വൃത്താകൃതിയുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിൻ്റെ ആകൃതി സമചതുരമാണ്. ക്ഷേത്ര ചുറ്റമ്പലത്തിൽ തിടപ്പള്ളിയുടെ ആദ്യ സ്ഥാനം ഏത്? തെക്ക് കിഴക്ക്. ക്ഷേത്ര ചുറ്റമ്പലത്തിൽ തിടപ്പള്ളിയുടെ ആദ്യ സ്ഥാനം തെക്ക് കിഴക്കാണ്. കിഴക്ക് ദർശനമായ ശ്രീകോവിലിൻ്റെ ഏത് ദിശയിലാണ് ഓവിൻ്റെ സ്ഥാനം? വടക്ക്. കിഴക്ക് ദർശനമായ ശ്രീകോവിൽ വടക്ക് ദിശയിലാണ് ഓവിൻ്റെ സ്ഥാനം. ചുറ്റമ്പലത്തിന് പുറത്ത് ഈശാനകോണിൽ അഷ്ടദിക്പാലന്മാർക്ക് പുറമെ പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ പേരെന്താണ്? ക്ഷേത്രപാലകൻ. ചുറ്റമ്പലത്തിന് പുറത്ത് ഈശാനകോണിൽ അഷ്ടദിക്പാലകന്മാർക്ക് പുറമെ പ്രതിഷ്ഠിക്കുന്ന ദേവന്റെ പേരാണ് ക്ഷേത്രപാലകൻ. ക്ഷേത്ര രൂപകൽപ്പനയിൽ ശ്രീകോവിൽ മുതലുള്ള പഞ്ചപ്രകാരമുള്ള പേരുകളുടെ നിരയായ ക്രമം: ശ്രീകോവിൽ, ബലിവട്ടം, ചുറ്റമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണവഴി, മതിൽക്കകം. ക്ഷേത്ര രൂപകൽപ്പനയിൽ ശ്രീകോവിൽ മുതലുള്ള പഞ്ചപ്രകാരങ്ങളുടെ പേരുകളുടെ ശരിയായ ക്രമം: ശ്രീകോവിൽ, ബലിവട്ടം, ചുറ്റമ്പലം, വിളക്കുമാടം, പ്രദക്ഷിണവഴി, മതിൽക്കകം എന്നിങ്ങനെയാണ്. ശ്രീകോവിലിൻ്റെ 3 വശത്തുമുള്ള ഭിത്തിയിലും വാതിൽ പോലെ നിർമ്മിക്കുന്ന അലങ്കാരത്തിൻ്റെ പേരെന്താണ്? ഘനദ്വാരം. ശ്രീകോവിലിൻ്റെ 3 വശത്തുള്ള ഭിത്തിയിലും വാതിൽ പോലെ നിർമ്മിക്കുന്ന അലങ്കാരത്തിൻ്റെ പേരാണ് ഘനദ്വാരം. ശിവലിംഗ പ്രതിഷ്ഠയിൽ ശിവലിംഗ ദീർഘത്തിൻ്റെ 1/3 ഭാഗം പീഠത്തിനുള്ളിൽ വരുന്നു. ആ ഭാഗത്തിൻ്റെ ആകൃതി താഴെ പറയുന്നവൽ ഏതാണ്? അഷ്ടഭുജം. ശിവലിംഗ പ്രതിഷ്ഠയിൽ ശിവലിംഗ ദീർഘത്തിൻ്റെ 1/3 ഭാഗം പീഠത്തിനുള്ളിൽ വരുന്നു. ആ ഭാഗത്തിൻ്റെ ആകൃതി അഷ്ടഭുജമാണ്. ശ്രീകോവിൽ വാതിലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലകരുടെ കയ്യിലുള്ള ആയുധം താഴെ പറയുന്നവൽ ഏതാണ്? ഗദ. ശ്രീകോവിൽ വാതിലിന് ഇരുവശങ്ങളിലുമുള്ള ദ്വാരപാലകരുടെ കയ്യിലുള്ള ആയുധം ഗദയാണ്. യുദ്ധം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് ഏത് വേദത്തിൽ പ്രതിപാദിക്കുന്നു? അഥർവവേദം. യുദ്ധം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു എന്ന പ്രശസ്തമായ ചൊല്ല് അഥർവവേദത്തിൽ പ്രതിപാദിക്കുന്നു. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരി ഭരണകാലത്ത് മാമാങ്കം നടന്നിരുന്നതുമായ തിരുനാവായ ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായതും സാമൂതിരി ഭരണകാലത്ത് മാമാങ്കം നടന്നിരുന്നതുമായ തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് ആര്? ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥയുടെ രചയിതാവാണ് ഉണ്ണായി വാര്യർ. വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത്? ശ്രീരാമൻ. വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമനാണ്. മണികൊട്ടി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കേത്? കൊടിവിളക്ക്. മണികൊട്ടി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്കാണ് കൊടിവിളക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതംഗമാണ് പിന്നീട് കേരള മുഖ്യമന്ത്രിയായത്? ആർ ശങ്കർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആർ ശങ്കറാണ് പിന്നീട് കേരള മുഖ്യമന്ത്രിയായത്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 2008. മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 2008 കേരളത്തിലെ ഏകീകൃത ദേവസ്വം നിയമം ആദ്യം ശുപാർശ ചെയ്ത കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്?
കുട്ടിക്കൃഷ്ണമേനോൻ കമ്മീഷൻ. കേരളത്തിലെ ഏകീകൃത ദേവസ്വം നിയമം ആദ്യം ശുപാർശ ചെയ്ത കമ്മീഷൻ റിപ്പോർട്ട് കുട്ടിക്കൃഷ്ണമേനോൻ കമ്മീഷനാണ്. തച്ചുടയ കൈമൾ ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം കൂടൽമാണിക്യം. തച്ചുടയ കൈമൾ ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം കൂടൽമാണിക്യമാണ്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിയന്ത്രിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിയന്ത്രിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാർഷിക വേതനം ഉറപ്പു നൽകുന്നു? ആർട്ടിക്കിൾ 290A. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 290A ആർട്ടിക്കിൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വാർഷിക വേതനം ഉറപ്പു നൽകുന്നു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് റാന്നി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവവിഗ്രഹം പ്രതിഷ്ഠിച്ച വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവവിഗ്രഹം പ്രതിഷ്ഠിച്ച വർഷം 1888. നരസിംഹ അവതാരത്തിൽ വിഷ്ണു വധിച്ചത് ഹിരണ്യകശിപു. നരസിംഹ അവതാരത്തിൽ വിഷ്ണു വധിച്ചത് ഹിരണ്യകശിപു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നത്. 1950 ശബരിമല ക്ഷേത്ര തീവെപ്പ് കേസ് അന്വേഷിച്ച കമ്മീഷൻ ഏത്? കേശവമേനോൻ കമ്മീഷൻ. 1950 ശബരിമല ക്ഷേത്ര തീവെപ്പ് കേസ് അന്വേഷിച്ച കമ്മീഷൻ കേശവമേനോൻ കമ്മീഷനാണ്. മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം 1947. മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം 1947. 12 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ ഉത്സവം ഏത്? കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യൻ ഉത്സവമാണ് കുംഭമേള. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. കേരളത്തിലെ ഏത് നദിയാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്നത്? പമ്പ. കേരളത്തിലെ പമ്പ നദിയാണ് ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേണൽ മൺറോ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത് എപ്പോഴാണ്? 1811. കേണൽ മൺറോ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത് 1811-ലാണ്. രാമായണം അനുസരിച്ച് ലക്ഷ്മണന്റെ അമ്മ ആരായിരുന്നു? സുമിത്ര. രാമായണം അനുസരിച്ച് ലക്ഷ്മണന്റെ അമ്മ സുമിത്രയായിരുന്നു. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. പമ്പ നദിയുടെ സമ്മാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പമ്പ നദിയുടെ സമ്മാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. തന്ത്ര വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലുവ. തന്ത്ര വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ഇംഗ്ലീഷിൽ നടന്ന ചോദ്യങ്ങൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. ഓട്ടംതുള്ളൽ ഉത്ഭവിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? അമ്പലപ്പുഴ ക്ഷേത്രം. ഓട്ടംതുള്ളൽ ഉത്ഭവിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. ആരാണ് കേരളത്തിലെ ദേവസ്വം മന്ത്രി? ശ്രീ കെ രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ കേരളത്തിലെ ദേവസ്വം മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ. താഴെ പറയുന്നവയിൽ ഏത് ക്ഷേത്രമാണ് കാളിയൂട്ട് എന്ന ആചാരം പാലിക്കുന്നത്? ശാർക്കര. കാളിയൂട്ട് എന്ന ആചാരം പാലിക്കുന്ന ശാർക്കര ക്ഷേത്രമാണ്. ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത ആര്? സവിതാവ്. ഗായത്രി മന്ത്രത്തിൻ്റെ ദേവതയാണ് സവിതാവ്. പവിത്രം കെട്ടുവാൻ എത്ര ദർഭപുല്ല് വേണം? 2. പവിത്രം കെട്ടുവാൻ 2 ദർഭപുല്ലുകൾ വേണം. നാരായണീയത്തിൻ്റെ കർത്താവാര്? മേൽപ്പത്തൂർ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവ്. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. പുരാണങ്ങളുടെ കർത്താവാര്? വ്യാസൻ. പുരാണങ്ങളുടെ കർത്താവാണ് വ്യാസൻ. പഞ്ചഭൂതങ്ങളിൽ പെടാത്തത് ഏത്? ബുദ്ധി. പഞ്ചഭൂതങ്ങളിൽ പെടാത്തതെന്നാണ് ബുദ്ധി. യുഗങ്ങൾ എത്ര? 4. 4 യുഗങ്ങളാണ് ഉള്ളത്.
തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവാര്? ചേന്നാസ് നാരായണൻ നമ്പൂതിരി. തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവാണ് ചേന്നാസ് നാരായണൻ നമ്പൂതിരി. പഞ്ചഗവ്യത്തിൽ പെടാത്തത് ഏത്? തെൻ. പഞ്ചഗവ്യത്തിൽ പെടാത്തൊന്നാണ് തെൻ. ശങ്കരനാരായണമൂർത്തിയുടെ വാഹനം ഏത്? കാളയും ഗരുഡനും ചേർന്ന്. ശങ്കരനാരായണമൂർത്തിയുടെ വാഹനം കാളയും ഗരുഡനും ചേർന്നതാണ്. നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി ആര്? വ്യാഴം. നവഗ്രഹങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന വ്യാഴമാണ്. ദേവസംഗമം എന്നറിയപ്പെടുന്ന ഉത്സവം? ആറാട്ടുപുഴ പൂരം. ദേവസംഗമം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ആറാട്ടുപുഴ പൂരം. ഗീതഗോവിന്ദത്തിൻ്റെ രചയിതാവാര്? ജയദേവൻ. ഗീതഗോവിന്ദത്തിൻ്റെ രചയിതാവാണ് ജയദേവൻ. പഞ്ചവാദ്യത്തിൽ പെടാത്ത വാദ്യം ഏത്? ചെണ്ട. പഞ്ചവാദ്യത്തിൽ പെടാത്ത വാദ്യമാണ് ചെണ്ട. ജ്യോതിശാസ്ത്രപ്രകാരം രാശികൾ എത്ര? 12. ജ്യോതിശാസ്ത്രപ്രകാരം രാശികൾ 12 എണ്ണമാണ്. രാമായണ മാസം എന്നറിയപ്പെടുന്നത് കർക്കിടക മാസമാണ്. രാമായണ മാസം കർക്കിടക മാസം ആണ്. ശാസ്താവിൻ്റെ കൊടിമരത്തിലെ വാഹനം? കുതിര. ശാസ്താവിൻ്റെ കൊടിമരത്തിലെ വാഹനമാണ് കുതിര. വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രം? കൊടുങ്ങല്ലൂർ. വസൂരിമാല പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. പാണി കൊട്ടുവാൻ ഉപയോഗിക്കുന്ന വിശേഷ വാദ്യം? മരം. പാണി കൊട്ടുവാൻ ഉപയോഗിക്കുന്ന വിശേഷവാദ്യം മരമാണ്. ദശപുഷ്പത്തിൽ പെടാത്തത് ഏത്? ചെമ്പരത്തി. ചെമ്പരത്തി ദശപുഷ്പത്തിൽ പെടുന്നതല്ല. കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രം? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കണ്ണൻ ചിരട്ടയിൽ ഉപ്പുമാങ്ങ വിശേഷ നിവേദ്യമുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രം? തിരുനെല്ലി. ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയുള്ള ക്ഷേത്രമാണ് തിരുനെല്ലി. മുടിയേറ്റെന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവതയാര്? ഭദ്രകാളി. മുടിയേറ്റെന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവതയാണ് ഭദ്രകാളി. കൃഷ്ണ ദ്വൈപായനൻ എന്നത് ആരുടെ പേര്? വസിഷ്ഠൻ. കൃഷ്ണ ദ്വൈപായനൻ എന്നത് വസിഷ്ഠൻ്റെ പേരാണ്. ദിക്പാലകരിൽ കിഴക്കിൻ്റെ അധിപൻ ആര്? ഇന്ദ്രൻ. ദിക്പാലകന്മാരിൽ കിഴക്കിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. അരയാലിന് എത്ര പ്രദക്ഷിണം ചെയ്യാനാണ് വിധി? 7. അരയാലിന് 7 പ്രദക്ഷിണം ചെയ്യാനാണ് വിധി. ഇതിൽ ധന്വന്തരി ക്ഷേത്രം ഏത്? തോട്ടുവ. തോട്ടുവയാണ് ധന്വന്തരി ക്ഷേത്രം. കുഴിക്കാട്ട് വച്ച എന്ത് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്? തന്ത്രം. തന്ത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കുഴിക്കാട്ട് വച്ച. ശങ്കരസ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കാലടി. ശങ്കരസ്തൂപം സ്ഥിതി ചെയ്യുന്ന കാലടിയിൽ ആണ്. ദക്ഷയാഗം നടന്ന ഭൂമി എന്നറിയപ്പെടുന്ന ക്ഷേത്രം? കൊട്ടിയൂർ. ദക്ഷയാഗം നടന്ന ഭൂമി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. നീരാഞ്ജനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? കറുക. കറുകയാണ് നീരാഞ്ജനത്തിന് ഉപയോഗിക്കുന്നത്. ന സ്ത്രീ സ്വാതന്ത്ര്യ മർഹതി എന്ന് പറയുന്ന ഗ്രന്ഥം? മനുസ്മൃതി. ന സ്ത്രീ സ്വാതന്ത്ര്യ മർഹതി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി. ശ്രീകുരുമ്പ എന്നറിയപ്പെടുന്ന ദേവി? കൊടുങ്ങല്ലൂർ. ശ്രീകുരുമ്പ എന്നറിയപ്പെടുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂർ ദേവി. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം? മിഴാവ്. ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യമാണ് മിഴാവ്. യോഗശാസ്ത്രം രചിച്ചതാര്? പതഞ്ജലി. യോഗശാസ്ത്രം രചിച്ചത് പതഞ്ജലിയാണ്. കേരളത്തിൻ്റെ തനത് സംഗീത ശൈലി? സോപാന സംഗീതം. കേരളത്തിൻ്റെ തനത് സംഗീത ശൈലിയാണ് സോപാന സംഗീതം. ക്ഷേത്ര പുരുഷ സങ്കല്പത്തിൽ ഗോപുരത്തിൻ്റെ സ്ഥാനമേത്? പാദം. ക്ഷേത്ര പുരുഷ സങ്കല്പത്തിൽ ഗോപുരത്തിൻ്റെ സ്ഥാനം പാദമാണ്. ദൈവദശകം എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എഴുതിയത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരമേത്? ഉ. പ്രണവാക്ഷരങ്ങളിൽ വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്ന അക്ഷരമാണ് ഉ. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ അധ്യക്ഷന് പുറമെ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 2. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധ്യക്ഷന് പുറമെ 2 അംഗങ്ങളാണ് ഉള്ളത്.
ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ്. അതിൻ്റെ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്? ചിത്തിര തിരുനാൾ രാമവർമ്മ. പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ചിത്തിര തിരുനാൾ രാമവർമ്മ. കേരള PSC നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം. അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക, tulasi.ecpsc.com. കേരള PSC നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബൈസ് ആയിട്ടുള്ള PDF-കളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക, store.ecpsc.com. മുൻവർഷ ചോദ്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയലുകൾ, ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ എത്ര? 4. ഭാരതീയ ശാസ്ത്രങ്ങളുടെ ഉത്ഭവമായ വേദങ്ങൾ 4 എണ്ണമാണ്. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേരെന്താണ്? ക്ഷേത്ര ദർശനം. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയുടെ പേരാണ് ക്ഷേത്ര ദർശനം. പരമ്പരാഗതമായി വീടുകൾക്ക് സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രത്തിൻ്റെ പേരെന്താണ്? കാവ്. പരമ്പരാഗതമായി വീടുകൾക്ക് സമീപവും പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന ആരാധനാ കേന്ദ്രങ്ങളുടെ പേര് കാവ് എന്നാണ്. മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിരിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഡമരു. മഹാദേവന്റെ തൃക്കൈയിൽ സൂക്ഷിച്ചിരിക്കുന്ന വാദ്യോപകരണം ഡമരു ആണ്. ക്ഷേത്ര സംഗീതത്തിൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? സോപാന സംഗീതം. ക്ഷേത്ര സംഗീതത്തിൻ്റെ ഔദ്യോഗിക നാമം സോപാന സംഗീതം എന്നാണ്. അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമൂർത്തി ആരാണ്? വാമനൻ. അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമൂർത്തിയാണ് വാമനൻ. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം? കക്കയാറ്, കല്ലാറ്, കക്കാട്ടാറ്. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ത്രിവേണിയിൽ സംഗമിക്കുന്ന നദികളാണ് കക്കയാറ്, കല്ലാറ്, കക്കാട്ടാറ്. കൊച്ചിയുടെ പരമ്പരാഗതമായ സംസ്കൃതനാമം എന്താണ്? ബാലപുരി. കൊച്ചിയുടെ പരമ്പരാഗതമായ സംസ്കൃതനാമം ബാലപുരി എന്നാണ്. കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം ഏതാണ്? പൂർണ്ണത്രയീശ ക്ഷേത്രം. കൊച്ചിയിലെ ഭരണാധികാരികളുടെ രാജകീയ ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്ര കലാപീഠം ഏതാണ്? വൈക്കം. ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്ര കലാപീഠം വൈക്കമാണ്. ഭഗവത് വിഗ്രഹങ്ങൾ, സ്ഥിര വിഗ്രഹങ്ങൾ എത്ര വിധം? 3. ഭഗവത് വിഗ്രഹങ്ങൾ അഥവാ സ്ഥിര വിഗ്രഹങ്ങൾ 3 വിധമാണ്. മഹാക്ഷേത്രങ്ങളിൽ ദിവസവും പതിവുള്ള പൂജകൾ എത്രയാണ്? 5. മഹാക്ഷേത്രങ്ങളിൽ ദിവസവും പതിവുള്ള പൂജകൾ 5 എണ്ണമാണ്. മനുഷ്യ ശരീരത്തിലെ ചക്രസപ്തങ്ങളിൽ ഒന്നായ അനാഹതയെ സൂചിപ്പിക്കുന്ന ക്ഷേത്രം? കാശി. മനുഷ്യ ശരീരത്തിലെ ചക്രസപ്തങ്ങളിൽ ഒന്നായ അനാഹതയെ സൂചിപ്പിക്കുന്ന ക്ഷേത്രമാണ് കാശി. മണ്ണാറശാല ക്ഷേത്രത്തിലെ സന്താന ലബ്ധിക്കുള്ള പ്രത്യേക വഴിപാട്? ഉരുളി കമിഴ്ത്തൽ. മണ്ണാറശാല ക്ഷേത്രത്തിലെ സന്താന ലബ്ധിക്കുള്ള പ്രത്യേക വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം, ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹം? ശൃംഗേരി ശാരദാ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം, ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹം? ശൃംഗേരി ശാരദാ ക്ഷേത്രം. അനന്തപത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്ന രേഖകൾ? മതിലകം രേഖകൾ. പത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന രേഖകളാണ് മതിലകം രേഖകൾ. എന്താണ് കോഴി പുഷ്പം? തെയ്യത്തിലെ ഒരുതരം മുഖത്തെഴുത്ത്. കോഴി പുഷ്പം എന്നാൽ തെയ്യത്തിലെ ഒരുതരം മുഖത്തെഴുത്താണ്. ഗാനകാവ്യമായ ഗീതാഗോവിന്ദം എഴുതിയത് ആരാണ്? ജയദേവൻ. ഗാനകാവ്യമായ ഗീതാഗോവിന്ദം എഴുതിയത് ജയദേവൻ ആണ്. തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം 15. ആക്ട് 15 നിലവിൽ വന്നത് 1950. തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം 15, ആക്ട് 15 നിലവിൽ വന്നത് 1950. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം?
1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഒരു അനുഷ്ഠാന കലാരൂപം. മുടിയേറ്റ്. യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ചൊരു അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. വാജിവാഹനൻ അയ്യപ്പൻ. ഇതിലെ വാജി എന്ന പദം അർത്ഥമാക്കുന്നത് കുതിര. വാജിവാഹനൻ അയ്യപ്പൻ. ഇതിലെ വാജി എന്ന പദം അർത്ഥമാക്കുന്നത് കുതിരയെ ആണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം വേദമാണ്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥമാണ് വേദം. മഹാദേവൻ ശിവൻ വിഷപാനം നടത്തിയത് എപ്പോൾ? പാലാഴി മദന സമയത്ത്. മഹാദേവൻ അഥവാ ശിവൻ വിഷപാനം നടത്തിയത് പാലാഴി മദന സമയത്താണ്. ആദിശങ്കരാചാര്യരുടെ ജന്മദേശം കാലടി. ആദിശങ്കരാചാര്യരുടെ ജന്മദേശം കാലടിയാണ്. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം ആരുടേത്? സുമിത്ര. രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഉപദേശം സുമിത്രയുടെ ആണ്. പിതൃകർമ്മങ്ങളെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏത്? ഗരുഡ പുരാണം. പിതൃകർമ്മങ്ങളെപ്പറ്റി വിവരിക്കുന്ന പുരാണമാണ് ഗരുഡ പുരാണം. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെ. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ദേവതകളെ ആണ്. അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ അഗസ്ത്യൻ. അയോനിജനായ ഒരു മഹർഷി ശ്രേഷ്ഠനാണ് അഗസ്ത്യൻ. കാനനവാസയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ നൈഷ്ഠിക ബ്രഹ്മചാരി. കാനനവാസയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. ഭദ്രകാളിയുടെ അവതാരം എവിടെ നിന്ന്? ശിവനേത്രത്തിൽ നിന്ന്. ഭദ്രകാളിയുടെ അവതാരം ശിവനേത്രത്തിൽ നിന്നാണ്. തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്ത് എന്ന അത്ഭുത പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തു അഷ്ടബന്ധം. ദേവവിഗ്രഹവും പീഠവും തമ്മിൽ യോജിപ്പിക്കുന്ന വസ്തുവാണ് അഷ്ടബന്ധം. ക്ഷേത്രകലയായ കൂത്തിനുപയോഗിക്കുന്ന വാദ്യം മിഴാവ്. ക്ഷേത്രകലയായ കൂത്തിനുപയോഗിക്കുന്ന വാദ്യമാണ് മിഴാവ്. കലശപൂജയെങ്കിൽ നടത്തേണ്ടതായ വാദ്യം പഞ്ചവാദ്യം. കലശപൂജയെങ്കിൽ നടത്തേണ്ടതായ വാദ്യം പഞ്ചവാദ്യമാണ്. ക്ഷേത്രത്തിൽ ഉത്സവം എന്തിനു വേണ്ടി നടത്തുന്നു? ദേവചൈതന്യ വർദ്ധനവിന്. ക്ഷേത്രത്തിൽ ഉത്സവം ദേവചൈതന്യ വർദ്ധനവിന് വേണ്ടിയാണ് നടത്തുന്നത്. ശംഖധ്വനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓംകാരം. ശംഖധ്വനി ഓംകാരത്തെ പ്രതിനിധീകരിക്കുന്നു. തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാകുന്നത് എങ്ങനെ? പ്രാണപ്രതിഷ്ഠ. തന്ത്രിദേവന്റെ പിതൃസ്ഥാനീയനാകുന്നത് പ്രാണപ്രതിഷ്ഠ കൊണ്ടാണ്. നിവേദ്യത്തിന് ഒഴിച്ചു കൂടരുതാത്ത ദ്രവ്യം നെയ്യ്. നിവേദ്യത്തിന് ഒഴിച്ചു കൂടരുതാത്ത ദ്രവ്യമാണ് നെയ്യ്. ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായി പാലിക്കേണ്ട ശുദ്ധികൾ എത്ര? 5. ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ മുഖ്യമായി പാലിക്കേണ്ട ശുദ്ധികൾ 5 അരയാൽ വൃക്ഷത്തിൻ്റെ മഹത്വം. ഓസോൺ പാളി സ്വയം നിർമ്മിക്കുന്നു. അരയാൽ വൃക്ഷത്തിൻ്റെ മഹത്വമാണ് ഓസോൺ പാളി സ്വയം നിർമ്മിക്കുന്നു. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആര്? ഭീഷ്മർ. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ഭീഷ്മറാണ്. കൃഷ്ണനാട്ടം എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ. കൃഷ്ണനാട്ടം എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഗുരുവായൂർ. തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവ് ആരാണ്? ചേന്നാസ് നാരായണ. തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവാണ് ചേന്നാസ് നാരായണ നമ്പൂതിരി. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936. ദി ലൈഫ് ഡിവൈൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരബിന്ദോ. ദി ലൈഫ് ഡിവൈൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് അരബിന്ദോ. ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷശില. ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്
പുരുഷ ശില കൊണ്ടാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന HRC ഭേദഗതി ഓർഡിനൻസ് പ്രകാരമാണ് നിർമ്മിച്ചത്. 2008. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന HRC ഭേദഗതി ഓർഡിനൻസ് പ്രകാരമാണ് നിർമ്മിച്ചത്. 2008. വേദസാഹിത്യത്തിൻ്റെ ഭാഗം കർമ്മപ്രകടനവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ. വേദസാഹിത്യത്തിൻ്റെ ഭാഗം കർമ്മപ്രകടനവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ. ദക്ഷിണാമൂർത്തി ആരുടെ അവതാരമാണ്? ശിവ. ശിവൻ്റെ അവതാരമാണ് ദക്ഷിണാമൂർത്തി. ഇനി പറയുന്നതിൽ ഏതാണ് പഞ്ചപ്രകാരങ്ങളിൽ ഉൾപ്പെടാത്തത്? നമസ്കാര മണ്ഡപം. നമസ്കാര മണ്ഡപം പഞ്ചപ്രകാരങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂർ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ബൃഹദേശ്വര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അഭിനവഗുപ്തൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശൈവ ദർശനം. അഭിനവഗുപ്തൻ ശൈവ ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാസൻ രചിച്ച 18 പുരാണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നീലമത പുരാണം. വ്യാസൻ രചിച്ച 18 പുരാണങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്നാണ് നീലമത പുരാണം. ഷൺമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യ. ഷൺമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യയാണ്. സപ്തമാതൃക്കളുടെ ബലിപീഠങ്ങൾ ഇതിൽ കാണപ്പെടുന്നു. ഗർഭഗൃഹത്തിൻ്റെ തെക്ക് വശം. സപ്തമാതൃക്കളുടെ ബലിപീഠങ്ങൾ ഗർഭഗൃഹത്തിൻ്റെ തെക്ക് വശത്ത് കാണപ്പെടുന്നു. കേരള തന്ത്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പ്രശസ്തമായ മലയാളം ഗ്രന്ഥം പുടയൂർ ഭാഷ. കേരള തന്ത്രത്തെക്കുറിച്ചുള്ള ആദ്യകാല പ്രശസ്തമായ മലയാളം ഗ്രന്ഥമാണ് പുടയൂർ ഭാഷ. തിരുവാർപ്പുഷ എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ. തിരുവാർപ്പുഷ എന്നറിയപ്പെടുന്നത് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ്. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? മറയൂർ. മികച്ച ചന്ദനമുട്ടികൾ മറയൂരിൽ നിന്നാണ് ലഭിക്കുക. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിൽ? ദുർഗ ക്ഷേത്രങ്ങളിൽ. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ദുർഗ ക്ഷേത്രങ്ങളിലാണ്. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോൾ? സോപാനാലാപന വേളയിൽ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് സോപാനാലാപന വേളയിലാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപ്പായസം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ശ്രീവല്ലഭൻ. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവനാണ് ശ്രീവല്ലഭൻ. ഞരളത്ത് രാം പൊതുവാൾ ആരായിരുന്നു? സോപാന ഗായകൻ. ഞരളത്ത് രാം പൊതുവാൾ സോപാന ഗായകനായിരുന്നു. അരിവുപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി? ശ്രീനാരായണ ഗുരു. അരിവുപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ഉത്സവത്തോടനുബന്ധിച്ച് 7.5 പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രമേത്? ഏറ്റുമാനൂർ. ഉത്സവത്തോടനുബന്ധിച്ച് 7.5 പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ. രാമനാട്ടത്തിൻ്റെ രചയിതാവ് ആര്? കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിൻ്റെ രചയിതാവാണ് കൊട്ടാരക്കര തമ്പുരാൻ. ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? 5. ഭഗവതി ക്ഷേത്രങ്ങളിലെ രൂപക്കളങ്ങൾക്ക് 5 വർണ്ണത്തിലുള്ള പൊടികളാണ് ഉപയോഗിക്കാറ്. വേട്ടക്കുരുമകൻ കോവിലുകളിലെ വഴിപാട് നാളികേരമുടയ്ക്കൽ. വേട്ടക്കുരുമകൻ കോവിലുകളുടെ വഴിപാടാണ് നാളികേരമുടയ്ക്കൽ. രേവതി പട്ടതാനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം. രേവതി പട്ടതാനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെ? ആലുവ. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം ആലുവയിലാണ്. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ആറന്മുള. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് ആറന്മുള. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം.
6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. കാന്തളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം. വലിയ ശാല. കാന്തളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രമാണ്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം. ചെട്ടിക്കുളങ്ങര. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര. മധ്യകാല കേരളത്തിലെ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ദേവസ്വം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ക്ഷേത്ര കോഡ് ഇനി പറയുന്നതിൽ ഏതാണ്? മൂഴിക്കളം കച്ചം. മധ്യകാല കേരളത്തിലെ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ദേവസ്വം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ക്ഷേത്ര കോഡ് മൂഴിക്കളം കച്ചമാണ്. താഴെ പറയുന്നതിൽ ഏതാണ് തന്ത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമല്ലാത്തത്? കൃഷ്ണഗീതി. കൃഷ്ണഗീതി തന്ത്രത്തെക്കുറിച്ചുള്ളൊരു ഗ്രന്ഥമല്ല. തച്ചുടയ കൈമൾ ഇതിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടൽമാണിക്യം ക്ഷേത്രം. തച്ചുടയ കൈമൾ കൂടൽമാണിക്യ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിർലിംഗ ക്ഷേത്രം അല്ലാത്തത്? അമർനാഥ്. അമർനാഥ് ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമല്ല. ഹനുമാൻ ചാലിസ ഇതിൻ്റെ ഭാഗമാണ്. രാമചരിത മാനസ. ഹനുമാൻ ചാലിസ രാമചരിത മാനസത്തിൻ്റെ ഭാഗമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏത്? കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപമാണ് കൂടിയാട്ടം. താഴെ പറയുന്നവയിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഏതാണ്? തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം. പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം. അരൂപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷമേത്? 1188. അരൂപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് 1188 അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തതാര്? ശ്രീ ശങ്കരാചാര്യർ. അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തത് ശ്രീ ശങ്കരാചാര്യർ ആണ്. തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി? തുഞ്ചത്ത് എഴുത്തച്ഛൻ. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായതെന്ന്? 1949 ജൂലൈ 1. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1949 ജൂലൈ 1 താഴെ പറയുന്നതിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാടേത്? മീനൂട്ട്. തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാടാണ് മീനൂട്ട്. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്പി ആണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ ഡാഷ് എന്നറിയപ്പെടുന്നു. തേവാരം. നമ്പി ആണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ തേവാരം എന്നറിയപ്പെടുന്നു. ജനമേജയന്റെ സർപ്പ യജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആര്? തക്ഷകൻ. ജനമേജയന്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യനാണ് തക്ഷൻ. സോമപാനത്തിനുള്ള അവകാശം അശ്വിനി ദേവകൾ കൂടി ലഭ്യമാക്കിയ മഹർഷി ആരാണ്? ചവ്യനൻ. സോമപാനത്തിനുള്ള അവകാശം അശ്വിനി ദേവകൾ കൂടി ലഭ്യമാക്കിയ മഹർഷിയാണ് ചവ്യനൻ. ഐതരേയോപനിഷത്ത് ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഋഗ്വേദം. ഐതരേയോപനിഷത്ത് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംരക്ഷണത്തിന് 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രമേത്? വടക്കുംനാഥ ക്ഷേത്രം. സംരക്ഷണത്തിന് 2015 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രമാണ്.
മുട്ടറക്കൽ പ്രധാന വഴിപാടുള്ള ക്ഷേത്രമേത്? കാടാമ്പുഴ ക്ഷേത്രം. മുട്ടറക്കൽ പ്രധാന വഴിപാടായിട്ടുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം. ഞരളത്ത് രാം പൊതുവാൾ ഏത് സംഗീതവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സോപാന സംഗീതം. ഞരളത്ത് രാം പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1152 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണൻ ആരായിരുന്നു? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1152 മംഗലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ശിവപ്രതിഷ്ഠ നടത്തുന്നതിനും മുൻകൈയെടുത്ത അവർണനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1936. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ അവർണർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ജ്ഞാനപ്പാന. ജ്ഞാനപ്പാനയിലെ വരികളാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ശിവക്ഷേത്രം. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതും സ്വയംഭൂവുമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യം ഏത്? ഇടയ്ക്ക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ദേവവാദ്യമാണ് ഇടയ്ക്ക. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 4. വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം 4. ശ്രീ ശങ്കരാചാര്യൻ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏത്? ശ്വേതശ്വേതരോപനിഷത്ത്. ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്താണ് ശ്വേതശ്വേതരോപനിഷത്ത്. ഉദ്ദാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഗുരുവായൂർ ഏകാദശി. ഉദ്ദാന ഏകാദശി കേരളത്തിൽ അറിയപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി എന്ന പേരിലാണ്. പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന് കീഴിലാണ്? മലബാർ ദേവസ്വം ബോർഡ്. പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏത്? 2015. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം 2015. തന്ത്രശാസ്ത്രപരമായ ആഗമം എന്ന് ആരോട് പറയുന്നതാണ്? ശിവൻ പാർവതിയോട്. തന്ത്രശാസ്ത്രപര്യായമായ ആഗമം എന്ന് ശിവൻ പാർവതിയോട് പറയുന്നതാണ്. വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവന്റെ ഏതവയവമായാണ് കണക്കാക്കുന്നത്? പാദം. വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം ദേവന്റെ പാദമായിട്ടാണ് കണക്കാക്കുന്നത്. പിൽക്കാലത്ത് ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവതയാര്? ഇന്ദ്രൻ. പിൽക്കാലത്ത് ദിക്പാലന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവതയാണ് ഇന്ദ്രൻ. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏത്? ശ്രീകോവിൽ. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗമാണ് ശ്രീകോവിൽ. വടക്കുന്നാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനാര്? ശിവൻ. വടക്കുന്നാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനാണ് ശിവൻ. ശ്രീശങ്കരൻ ഏത് ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു? അദ്വൈത വേദാന്തം. ശ്രീശങ്കരൻ അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്? മഹാഭാരതം. ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം ഏത്? കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടമാണ്. ക്ഷേത്ര വാസ്തുപുരുഷന്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഏത് ഭാഗം? ഗോപുരം. ക്ഷേത്ര വാസ്തുപുരുഷന്റെ പാദമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഗോപുരമാണ്. തൃക്കാക്കരയപ്പൻ ആരാണ്? വാമനൻ. തൃക്കാക്കരയപ്പൻ എന്നറിയപ്പെടുന്നത് വാമനാണ്. തിരുവിതാംകൂറിൽ 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
തിരുവിതാംകൂറിൽ 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആദികാവ്യമെന്ന് പ്രസിദ്ധമായ കൃതി ഏത്? വാത്മീകി രാമായണം. ആദികാവ്യമെന്ന് പ്രസിദ്ധമായ കൃതിയാണ് വാത്മീകി രാമായണം. കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്? കൃഷ്ണഗീതി. കൃഷ്ണനാട്ടം കൃഷ്ണഗീതിയെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെ? തൃശൂർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശൂരാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട വേദം ഏത്? സാമവേദം. സംഗീതവുമായി ബന്ധപ്പെട്ട വേദമാണ് സാമവേദം. ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥം ഏത്? തന്ത്രസമുച്ചയം. ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. മഹാഭാരതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വം? ശാന്തിപർവ. മഹാഭാരതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വമാണ് ശാന്തിപർവ. പ്രസിദ്ധ സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാംപൊതുവാളിന്റെ ആത്മകഥ ഏത്? സോപാനം. പ്രസിദ്ധ സോപാന സംഗീത കലാകാരനായ ഞെരളത്ത് രാംപൊതുവാളിന്റെ ആത്മകഥയാണ് സോപാനം. കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥം? നടാങ്കുശം. കൂടിയാട്ടത്തിലെ അനൗചിത്യങ്ങളെ ചൂണ്ടിക്കാണിച്ച ഗ്രന്ഥമാണ് നടാങ്കുശം. ദേവദാസികളെ പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖ? ചോക്കൂർ ശാസനം. ദേവദാസികളെ പറ്റി പരാമർശം കാണുന്ന ഏറ്റവും പഴയ രേഖയാണ് ചോക്കൂർ ശാസനം. ക്ഷേത്ര വിജ്ഞാനകോശം രചിച്ചത് ആര്? പി ജി രാജേന്ദ്രൻ. ക്ഷേത്ര വിജ്ഞാനകോശം രചിച്ചത് പി ജി രാജേന്ദ്രനാണ്. ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രം? കൂടൽമാണിക്യം. ഭരതപ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം? പത്മനാഭപുരം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. കേരളത്തിലെ കാളിസേവ ആരുടെ കൃതി? ചേരനാട്ട് അച്യുതമേനോൻ. കേരളത്തിലെ കാളിസേവ ചേരനാട്ട് അച്യുതമേനോന്റെ കൃതിയാണ്. ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് പ്രഥമ സംഗീതോപകരണമായി കണക്കാക്കുന്നത് രുദ്രവീണയാണ്. രുദ്രവീണയ്ക്ക് രൂപം കൊടുത്തത് ആര് എന്നാണ് പുരാണാധിഷ്ഠിതമായ വിശ്വാസം? ശിവപാർവതിമാർ. ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് പ്രഥമ സംഗീതോപകരണമായി കണക്കാക്കുന്നത് രുദ്രവീണയാണ്. രുദ്രവീണയ്ക്ക് രൂപം കൊടുത്തത് ശിവപാർവതിമാർ ആണ്. സുപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? ഗുരുവായൂർ ദേവസ്വം. സുപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്? ഭരതമുനി. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ഭരതമുനിയാണ്. സുപ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. സുപ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സുപ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ദേവദത്തം എന്ന ശംഖ് ആരുടേതാണ്? അർജുനൻ. ദേവദത്തം എന്ന ശംഖ് അർജുനന്റെ ആണ്. സവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിൽ? ശിവക്ഷേത്രത്തിൽ. സവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ശിവക്ഷേത്രത്തിലാണ്. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ് ആര്? ജയദേവ കവി. ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഗീതാഗോവിന്ദത്തിന്റെ കർത്താവ് ജയദേവ കവിയാണ്. മാഘമാസത്തിൽ വരും കൃഷ്ണയം ചതുർദശി ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെടുന്നു? ശിവരാത്രി. മാഘമാസത്തിൽ വരും കൃഷ്ണയം ചതുർദശി ഇത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ ആരുടെ രൂപമാണുള്ളത്? അയ്യപ്പൻ. ശബരിമലയിൽ മകരവിളക്ക് മുതൽ 5 ദിവസം മാളികപ്പുറത്ത് നിന്നും എഴുന്നള്ളിക്കുന്ന തിടമ്പിൽ അയ്യപ്പന്റെ രൂപമാണ് ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി എത്ര ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്? 4. തിരുവിതാംകൂർ ദേവസ്വം വിഭാഗത്തെ ഭരണ സൗകര്യത്തിനായി 4 ദേവസ്വം ഡിസ്ട്രിക്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്.
ഡാഷ് പിഴച്ചാൽ കാണിക്ക് ദോഷം എന്ന പഴഞ്ചൊല്ല് ഏത് വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാണി. ഡാഷ് പിഴച്ചാൽ കാണിക്ക് ദോഷം എന്ന പഴഞ്ചൊല്ല് പാണി എന്ന വാദ്യവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ആര്? ചട്ടമ്പി സ്വാമികൾ. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം വിശദീകരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ശങ്കര ഭഗവത് പാദർ. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ശങ്കര ഭഗവത് പാദറാണ്. ക്ഷേത്ര ഗോപുരം ദേവന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? പാദം. ക്ഷേത്ര ഗോപുരം ദേവന്റെ പാദമായിട്ടാണ് കണക്കാക്കുന്നത്. ജനനി നവരത്ന മഞ്ജരിയുടെ രചയിതാവാര്? ശ്രീനാരായണ ഗുരു. ജനനി നവരത്ന മഞ്ജരിയുടെ രചയിതാവാണ് ശ്രീനാരായണ ഗുരു. ആത്മബോധോദയ സംഘം സ്ഥാപകൻ ആരാണ്? ശുഭാനന്ദ ഗുരു. ആത്മബോധോദയ സംഘം സ്ഥാപകനാണ് ശുഭാനന്ദ ഗുരു. താഴെ പറയുന്നതിൽ ഏതാണ് ജ്യോതിർലിംഗ പീഠം അല്ലാത്തത്? വിന്ധ്യാചലം. വിന്ധ്യാചലം ജ്യോതിർലിംഗ പീഠം അല്ല. ദേവി മഹാത്മ്യം എന്നതിൽ എത്ര അധ്യായങ്ങളുണ്ട്? 13. ദേവി മഹാത്മ്യം എന്നതിൽ 13 അധ്യായങ്ങൾ ഉണ്ട്. സിസ്റ്റർ നിവേദിതയുടെ ആദ്യകാല പേര്? മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ ആദ്യകാല പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ്. ഇനി പറയുന്നവയിൽ ചാർധാം ഉൾപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ദ്വാരക. ഇനി പറയുന്നവയിൽ ചാർധാം ഉൾപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ദ്വാരകയാണ്. തിരുവായ്മൊഴിയുടെ രചയിതാവ് ആരാണ്? നമ്മാൾവാർ. തിരുവായ്മൊഴിയുടെ രചയിതാവാണ് നമ്മാൾവാർ. താഴെ പറയുന്നവരിൽ ആരാണ് നായനാർ സന്യാസി? കാരക്കൽ അമ്മയാർ. കാരക്കൽ അമ്മയാറാണ് നായനാർ സന്യാസി. തിരുപ്പുകഴിൻ്റെ രചയിതാവ് ആരാണ്? അരുണഗിരിനാഥർ. തിരുപ്പുകഴിൻ്റെ രചയിതാവാണ് അരുണഗിരിനാഥർ. താഴെ പറയുന്നവരിൽ ആസാമിൽ നിന്നുള്ള ഒരു വിശുദ്ധൻ ആരാണ്? ശ്രീമന്ത ശങ്കർദേവ്. ആസാമിൽ നിന്നുള്ളൊരു വിശുദ്ധനാണ് ശ്രീമന്ത ശങ്കർദേവ്. ചിന്മുദ്രയില്ലാത്ത ധർമ്മശാസ്ത്ര വിഗ്രഹം ഏത് ശാസ്ത്ര ക്ഷേത്രത്തിലാണ്? അച്ചൻകോവിൽ. ചിന്മുദ്രയില്ലാത്ത ധർമ്മശാസ്ത്ര വിഗ്രഹം അച്ചൻകോവിൽ ക്ഷേത്രത്തിലാണ്. ഇന്ത്യൻ വാസ്തുവിദ്യ അനുസരിച്ച് തിടപ്പള്ളി സാധാരണയായി എവിടെയാണ് നിർമ്മിക്കേണ്ടത്? അഗ്നിമൂല. ഇന്ത്യൻ വാസ്തുവിദ്യ അനുസരിച്ച് തിടപ്പള്ളി സാധാരണയായി അഗ്നിമൂലയിലാണ് നിർമ്മിക്കേണ്ടത്. ശതധാര സങ്കല്പത്തിൽ ഇല്ലാത്തത് ഏതാണ്? അനഘത. ശതധാര സങ്കല്പത്തിൽ ഇല്ലാത്ത ഒന്നാണ് അനഘത. അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുകയും ഓണം സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുകയും ചെയ്യുന്ന അവതാര വിഷ്ണു ക്ഷേത്രം ഏതാണ്? തൃക്കാക്കര ക്ഷേത്രം. അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുകയും ഓണം സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുകയും ചെയ്യുന്ന അവതാര വിഷ്ണു ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. ക്ഷേത്രങ്ങളിലെ ബലിക്കല്ല് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അഷ്ടദിക് പാലകർ. ക്ഷേത്രങ്ങളിലെ ബലിക്കല്ല് അഷ്ടദിക് പാലകന്മാരെ പ്രതിനിധീകരിക്കുന്നു. കേരളത്തിൽ ഐൻകുട്ടികൾ എന്ന് പുരാതനമായി അറിയപ്പെട്ടിരുന്ന വംശം? തീയർ. കേരളത്തിൽ ഐൻകുട്ടികൾ എന്ന് പുരാതനമായി അറിയപ്പെട്ടിരുന്ന വംശമാണ് തീയർ. ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനുള്ള മാനദണ്ഡമായ കിഷ്കുയിൽ എത്ര അങ്കുലങ്ങളുണ്ട്? 24. ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനുള്ള മാനദണ്ഡമായ കിഷ്കുയിൽ 24 അങ്കുലങ്ങൾ ഉണ്ട്. തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രത്തിനോട് സാമ്യമുള്ള വിഗ്രഹം ഏത് ക്ഷേത്രമാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവട്ടാറിലെ ആദികേശവ ക്ഷേത്രത്തിനോട് സാമ്യമുള്ള വിഗ്രഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതാണ്. കൊല്ലം ജില്ലയിലെ ഏത് ക്ഷേത്രത്തിലാണ് ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ പുരുഷന്മാർ സ്ത്രീവേഷം ധരിക്കുന്നത്? കൊറ്റൻകുളങ്ങര. കൊല്ലം ജില്ലയിലെ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലാണ് ദേവിയെ പ്രീതിപ്പെടുത്താൻ പുരുഷന്മാർ സ്ത്രീവേഷം ധരിക്കുന്നത്. വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രമേത്? കാടാമ്പുഴ ദേവീക്ഷേത്രം. വിഘ്നങ്ങൾ മാറാൻ വേണ്ടി മുട്ടറക്കൽ നേർച്ച നടത്തുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴ ദേവീക്ഷേത്രം. താഴെ പറയുന്നവയിൽ തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രം?
ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. താഴെ പറയുന്നതിൽ ഏത് പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്? ധൂമ്ര. ധൂമ്ര എന്ന പേരിലുള്ള ഭൂമിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അധമമായിട്ടുള്ളത്. ഏത് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രസാദമാണ് ധ്വജയോനി പ്രകാരം കണക്കുകൂട്ടുക? പടിഞ്ഞാറ്. പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രസാദമാണ് ധ്വജയോനി പ്രകാരം കണക്കുകൂട്ടുക. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജി ആര്? ഇന്ദു മൽഹോത്ര. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര. അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കുമെതിരായി വൈകുണ്ഠസ്വാമി രൂപീകരിച്ച സംഘടന ഏത്? സമത്വ സമാജം. അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കുമെതിരായി വൈകുണ്ഠസ്വാമി രൂപീകരിച്ച സംഘടനയാണ് സമത്വ സമാജം. കേരളത്തിൽ പുനർജനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ക്ഷേത്രമേത്? തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. കേരളത്തിൽ പുനർജനനി നൂഴൽ എന്ന ആചാരം നടപ്പിലുള്ള ക്ഷേത്രമാണ് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. കോയിമ്പട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്? മുടിയേറ്റ്. കോയിമ്പട നായർ മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതി ഏത്? 1936 നവംബർ 12. തിരുവിതാംകൂർ മഹാരാജാവ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ തീയതി 1936 നവംബർ 12. മാനാൻ കൂത്തിന്റെ ഇതിവൃത്തം എന്ത്? ചിലപ്പതികാരം കഥ. മാനാൻ കൂത്തിന്റെ ഇതിവൃത്തമാണ് ചിലപ്പതികാരം കഥ. ജ്ഞാനപ്പാന എഴുതിയതാര്? പൂന്താനം. ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനം ആണ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത്? ചെണ്ട. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യമാണ് ചെണ്ട. ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവല്ലം. ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധമായ പരശുരാമ ക്ഷേത്രം തിരുവല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരെന്ത്? പാഞ്ചജന്യം. ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? ചെങ്ങന്നൂർ ദേവീക്ഷേത്രത്തിൽ. തൃപ്പൂത്ത് ആറാട്ട് വിശേഷം ചെങ്ങന്നൂർ ദേവീക്ഷേത്രത്തിലാണ് ഉള്ളത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവൻ ആര്? ഭരതൻ. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവനാണ് ഭരതൻ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 18. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ ഉണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടക്കി വെച്ചത് ആര്? മാർത്താണ്ഡവർമ്മ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7.5 പൊന്നാനകളെ നടക്കി വെച്ചത് മാർത്താണ്ഡവർമ്മ. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. കൃഷ്ണനാട്ടം എന്ന കലാരൂപം കൃഷ്ണഗീതി എന്ന കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. വേദാംഗങ്ങളുടെ സംഖ്യ 6. വേദാംഗങ്ങളുടെ സംഖ്യയാണ് 6. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചതാര്? നാരായണ ഭട്ടതിരി. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് നാരായണ ഭട്ടതിരിയാണ്. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? തൃക്കാക്കര. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങളുടെ എണ്ണം 18. പുരാണങ്ങളുടെ എണ്ണം 18 ആണ്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം? ശരീരം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം ശരീരം എന്നാണ്. സോപാന സംഗീതം മുഖ്യമായി ഏത് ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്? ഗീതാഗോവിന്ദം.
സോപാന സംഗീതം മുഖ്യമായി ഗീതാഗോവിന്ദം എന്ന ഗ്രന്ഥത്തെ അവലംബിച്ചാണ് അവതരിപ്പിക്കുന്നത്. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? ഗുരുവായൂരിൽ. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഗുരുവായൂരിൽ ആണ്. കൃഷ്ണനാട്ടത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം കൃഷ്ണഗീതി. കൃഷ്ണനാട്ടത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് കൃഷ്ണഗീതി. ക്ഷേത്രങ്ങളിൽ സെൻട്രൽ ഷൈനിൽ പ്രതിദിനം സേവനം അനുഷ്ഠിക്കുന്ന മുഖ്യ പുരോഹിതൻ ആരാണ്? മേൽശാന്തി. ക്ഷേത്രങ്ങളിലെ സെൻട്രൽ ഷൈനിൽ പ്രതിദിന സേവനം അനുഷ്ഠിക്കുന്ന മുഖ്യ പുരോഹിതനാണ് മേൽശാന്തി. ബിംബപീഠത്തിൽ ബിംബത്തെ ഉറപ്പിക്കുന്നതിനുള്ള മിശ്രിതം അറിയപ്പെടുന്നത് അഷ്ടബന്ധം. ബിംബപീഠത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള മിശ്രിതം അറിയപ്പെടുന്നത് അഷ്ടബന്ധ എന്നാണ്. ക്രിയാദീപിക എന്നത് മറ്റൊരു പേരാണ്. പുടയൂർ ഭാഷ. ക്രിയാദീപിക എന്നത് പുടയൂർ ഭാഷയുടെ മറ്റൊരു പേരാണ്. ഏതു ഉപനിഷത്താണ് പ്രസിദ്ധമായ മഹാവാക്യ തത്വമസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ചാന്തക്യോപനിഷത്ത്. ചാന്തക്യോപനിഷത്തിലാണ് പ്രസിദ്ധമായ മഹാവാക്യം തത്വമസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാമാനുജനായിരുന്നു ഇതിൻ്റെ പ്രചാരകൻ. വിശിഷ്ടാദ്വൈത വേദാന്ത. വിശിഷ്ടാദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരകൻ രാമാനുജനായിരുന്നു. വ്യാസൻ രചിച്ച 18 പുരാണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നീലമാത പുരാണം. വ്യാസൻ രചിച്ച 18 പുരാണങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്നാണ് നീലമാത പുരാണം. ദക്ഷിണാമൂർത്തി ആരുടെ ഒരു രൂപമാണ്? ശിവ. ശിവൻ്റെ ഒരു അവതാരമാണ് ദക്ഷിണാമൂർത്തി. HRC ഭേദഗതി ഓർഡിനൻസ് പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത്. 2008. HRC ഭേദഗതി ഓർഡിനൻസ് 2008 പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത്. ഏറ്റവും പഴയ വേദം ഏതാണ്? ഋഗ്വേദം. ഏറ്റവും പഴയ വേദമാണ് ഋഗ്വേദം. വിഗ്രഹം നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഭാഗം ഏതാണ്? നെട്രോൺ മിലന. വിഗ്രഹം നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഭാഗം നെട്രോൺ മിലന എന്ന് അറിയപ്പെടുന്നു. ഷഡ്ഡാധാര പ്രതിഷ്ഠയിൽ കൂർമ്മത്തിനും നപുംസക ശിലയ്ക്കും ഇടയിലുള്ള ഭാഗം ഏത്? യോഗാനല. ഷഡ്ഡാധാര പ്രതിഷ്ഠയിൽ കൂർമ്മത്തിനും നപുംസക ശിലയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് യോഗാനല. തന്ത്രസമുച്ചയം എഴുതിയത് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്രസമുച്ചയം എഴുതിയത് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രസിദ്ധമായ താന്ത്രിക ഗ്രന്ഥം ഇനി പറയുന്നതിൽ ഏതാണ്? പ്രപഞ്ചസാര. ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രസിദ്ധമായ താന്ത്രിക ഗ്രന്ഥമാണ് പ്രപഞ്ചസാര. മഹാശിവരാത്രി ആഘോഷിക്കുന്നത് ഫാൽഗുന കൃഷ്ണപക്ഷ ചതുർദശി. ഫാൽഗുന കൃഷ്ണപക്ഷ ചതുർദശി ദിനത്തിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. രാമാനുജനാചാര്യൻ വക്താവായി അറിയപ്പെടുന്നത് വിശിഷ്ടാദ്വൈത ദർശനം. വിശിഷ്ടാദ്വൈത ദർശനത്തിൻ്റെ വക്താവായി അറിയപ്പെടുന്നത് രാമാനുജനാചാര്യർ ആണ്. ലളിത സഹസ്രനാമം ഇതിൽ ഉൾപ്പെടുന്നു. ബ്രഹ്മാണ്ഡ പുരാണം. ലളിത സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉൾപ്പെടുന്നു. ചേന്നകേശവ ക്ഷേത്രം ഏത് ഇന്ത്യൻ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൊയ്സാല. ചേന്നകേശവ ക്ഷേത്രം ഹൊയ്സാല വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദത്തിൻ്റെ ഏതു ഭാഗമാണ് വേദാന്ത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉപനിഷത്ത്. വേദത്തിൻ്റെ ഉപനിഷത്ത് എന്ന ഭാഗമാണ് വേദാന്ത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൈന്ദവ പുരാണം അനുസരിച്ച് മറ്റാർക്ക് മുമ്പായി ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഗണേശൻ. ഹൈന്ദവ പുരാണം അനുസരിച്ച് മറ്റാർക്ക് മുമ്പായി ഗണേശനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഗണപതിയെ. പടയണിക്ക് പ്രസിദ്ധമായ സ്ഥലം കടമ്മനിട്ട. പടയണിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കടമ്മനിട്ട. മഹാഭാരതം രചിച്ചത് ആരാണ്? വേദവ്യാസ. മഹാഭാരതം രചിച്ചത് വേദവ്യാസൻ ആണ്. ഋഗ്വേദത്തിലെ പ്രധാന ദേവത ഇന്ദ്ര. ഋഗ്വേദത്തിലെ പ്രധാന ദേവതയാണ് ഇന്ദ്ര. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവ് ആരാണ്? ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവാണ് ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നതിൽ ഏത് സൂര്യക്ഷേത്രത്തിനാണ് ഒഡീഷ പ്രശസ്തമായത്? കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിനാണ് ഒഡീഷ പ്രസിദ്ധമായത്. പഞ്ചവാദ്യത്തിൻ്റെ ഭാഗമല്ലാത്ത സംഗീതോപകരണം ഏത്? വീണ. വീണ പഞ്ചവാദ്യത്തിൻ്റെ ഭാഗമല്ലാത്ത സംഗീത ഉപകരണമാണ്. ഒരു ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പവിത്രമായ ഘടന
ശ്രീകോവിൽ. ഒരു ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പവിത്രമായ ഘടനയാണ് ശ്രീകോവിൽ. മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലാത്തത് ആരാണ്? ഭൈരവ. ഭൈരവ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ഏത് ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉദാഹരണമാണ്? ദ്രാവിഡ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്? റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടുത്താത്തത് ഏത്? പിച്ചള. ഫാക്ട് കഥകളി കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ ആര്? MKK നായർ. ഫാക്ട് കഥകളി കേന്ദ്രത്തിൻ്റെ സ്ഥാപകനാണ് MKK നായർ. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എതിർത്ത പൂജ. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എതിർത്ത പൂജ. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികളിലാണ് മുളയിടുന്നത്? 16. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ 16 പാലികളായിട്ടാണ് മുളയിടുന്നത്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന് വിഖ്യാതമായത്? തിരുവാർപ്പ്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന് വിഖ്യാതമായത് തിരുവാർപ്പാണ്. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യപദ്യ സങ്കലിതങ്ങളായ കൃതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രബന്ധങ്ങൾ. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യ പദ്യ സങ്കലിതങ്ങളായ കൃതികൾ പ്രബന്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈഷ്ണവ പൂജ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണമാണ് ലിംഗപുരാണം. വൈഷ്ണവ പൂജ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണമാണ് ലിംഗപുരാണം. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട പണ്ഡിത വരേണ്യൻ ആര്? മന്ദന മിശ്രൻ. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട പണ്ഡിത വരേണ്യനാണ് മണ്ഡന മിശ്രൻ. ശുക്ല യജുർവേദ ബ്രാഹ്മണം ഏത്? ശതപഥ ബ്രാഹ്മണം. ശുക്ല യജുർവേദ ബ്രാഹ്മണമാണ് ശതപഥ ബ്രാഹ്മണം. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. വാദ്യോപകരണങ്ങളിൽ രാജാവെന്ന് വിശേഷിപ്പിക്കുന്നത്? ഇടയ്ക്ക. വാദ്യോപകരണങ്ങളിൽ രാജാവെന്ന് വിശേഷിപ്പിക്കുന്നത് ഇടയ്ക്കയാണ്. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പൃഥ്വി. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം പൃഥ്വിയെ പ്രതിനിധീകരിക്കുന്നു. ഓം എന്ന മന്ത്രം ഏതൊക്കെ അക്ഷരങ്ങൾ ചേർന്നതാണ്? അ, ഉ, മ. ഓം എന്ന മന്ത്രം അ, ഉ, മ ഈ അക്ഷരങ്ങൾ ചേർന്നതാണ്. ഏത് പുരാണത്തിലാണ് രാമായണ മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്? സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിലാണ് രാമായണ മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്. കർണാടക സംഗീതത്തിലെ മൂർത്തിത്രയങ്ങളിൽ പെട്ടതാര്? മുത്തുസ്വാമി ദീക്ഷിതർ. കർണാടക സംഗീതത്തിലെ മൂർത്തിത്രയങ്ങളിൽ പെട്ടതാണ് മുത്തുസ്വാമി ദീക്ഷിതർ. ജ്യോതിഷത്തെ വേദത്തിൻ്റെ ഏത് അവയവമായാണ് കൽപ്പിച്ചിരിക്കുന്നത്? കണ്ണ്. ജ്യോതിഷത്തെ വേദത്തിൻ്റെ കണ്ണായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഏത് നിയമപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്? ആക്ട് 15 1950. 1950 ആക്ട് 15 പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. ചിങ്ങമാസത്തിലെ അത്തംനാളിൽ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തൃക്കാക്കര മഹാക്ഷേത്രം. ചിങ്ങമാസത്തിലെ അത്തംനാളിൽ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ കൊടിയേറുന്നതോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. പഞ്ചപ്രാകാരങ്ങളിൽ പെടുന്നത് ഏത്? മര്യാദ. പഞ്ചപ്രാകാരങ്ങളിൽ പെടുന്നതാണ് മര്യാദ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശക്തൻ തമ്പുരാൻ. നാറാണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമേത്? തളി മഹാക്ഷേത്രം. നാറാണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. ഗർഭഗൃഹത്തിന് പറയപ്പെട്ടിരിക്കുന്ന ഏകാകൃതി ഏത്? സമചതുരം.
ഗർഭഗ്രഹത്തിന് പറയപ്പെട്ടിരിക്കുന്ന ഏകാകൃതിയാണ് സമചതുരം. കേരളീയ ക്ഷേത്രവാദ്യങ്ങളിൽ അത്യുന്നത സ്ഥാനമുള്ള വാദ്യമേത്? ഇടയ്ക്ക. കേരളീയ ക്ഷേത്രവാദ്യങ്ങളിൽ അത്യുന്നത സ്ഥാനമുള്ള വാദ്യമാണ് ഇടയ്ക്ക. പട്ടിസദ്യ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പിസ്വാമികൾ. പട്ടിസദ്യ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ. ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1906. ദുർഗാ സപ്തസതി എന്നറിയപ്പെടുന്ന ദേവി മഹാത്മ്യം ഇതിൽ ഉൾപ്പെടുന്നു. മാർക്കണ്ഡേയ പുരാണം. ദുർഗാ സപ്തസതി എന്നറിയപ്പെടുന്ന ദേവി മഹാത്മ്യം മാർക്കണ്ഡേയ പുരാണത്തിൽ ഉൾപ്പെടുന്നു. ഏത് തത്വചിന്തയിലാണ് സമ്പൂർണത്തെ അറിവിലൂടെ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ആരാണ് ഉറപ്പിച്ചു പറയുന്നത്? കർമ്മ ഉപാസനയും അനുബന്ധമാണ്. അദ്വൈത വേദാന്ത തത്വശാസ്ത്രം. ശങ്കരൻ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധോത്സവം? ചിറ്റൂർ കൊങ്ങൻപട. ചിറ്റൂർ കൊങ്ങൻപടയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധോത്സവം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശ്രീ വി നന്ദകുമാർ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ശ്രീ വി നന്ദകുമാർ. പ്രതിഷ്ഠയുമായി വിഗ്രഹം ബന്ധപ്പെട്ട സൂക്ഷ്മ ശരീര ആശയം അടിസ്ഥാനമാക്കിയുള്ളതാണ്. യോഗ സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ആധാര ചക്രങ്ങൾ. രണ്ടുമൂർത്തി ക്ഷേത്രം സ്ഥാപിച്ചത്? സുരേശ്വരാചാര്യ. രണ്ടുമൂർത്തി ക്ഷേത്രം സ്ഥാപിച്ചത് സുരേശ്വരാചാര്യ ആണ്. പ്രജ്ഞാനം ബ്രഹ്മ, ബോധം കേവലമാണ് ഒരു മഹാവാക്യമാണ് അതിൽ സംഭവിക്കുന്നത്. ഐതിരേയ ഉപനിഷത്ത്. തന്ത്ര പദ്ധതിയുടെ രചയിതാവ് ആരാണ്? ഈശാന ശിവഗുരു. തന്ത്ര പദ്ധതിയുടെ രചയിതാവാണ് ഈശാന ശിവഗുരു. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചന്ദനക്കാവ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? തിരുനാവായ, മലപ്പുറം. ചന്ദനക്കാവ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ, മലപ്പുറമാണ്. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം? 2008. മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് 2008 പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? വളപട്ടണം പുഴ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങൾക്കാവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം. ഇരിങ്ങൾക്കാവ് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എത്ര ദിവസം ചേർന്നാണ് ഒരു ചന്ദ്രപക്ഷം? 15. 15 ദിവസം ചേർന്നാണ് ഒരു ചന്ദ്രപക്ഷം. കപടയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില 0. കപടയാതി സമ്പ്രദായത്തിൽ ന എന്ന അക്ഷരത്തിന്റെ വില 0. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലം? കൊറ്റൻകുളങ്ങര. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വേഷം കെട്ടിപ്പോകുന്ന ചടങ്ങുള്ള അമ്പലമാണ് കൊറ്റൻകുളങ്ങര. കൃഷ്ണഗീതയുടെ കർത്താവ്? മാനവേദൻ. കൃഷ്ണഗീതയുടെ കർത്താവാണ് മാനവേദൻ. നാരായണീയം ഏത് പുരാണം സംഗ്രഹിച്ച രൂപമാണ്? ഭാഗവത പുരാണം. നാരായണീയം ഭാഗവത പുരാണം സംഗ്രഹിച്ച രൂപമാണ്. ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ്? ശ്രീകുമാരൻ. ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ശ്രീകുമാരൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഡോക്ടർ വി കെ വിജയൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി കെ വിജയൻ. ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവ്? ശങ്കരാചാര്യൻ. ഭജഗോവിന്ദം എന്ന കൃതിയുടെ കർത്താവാണ് ശങ്കരാചാര്യൻ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലയുടെ ആചാര്യനാണ്? കൂടിയാട്ടം. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ട കലയുടെ ആചാര്യനാണ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ ഉള്ളതാണ്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വാക്യം മുണ്ടകോപനിഷത്തിൽ ഉള്ളതാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃപ്പൂണിത്തുറ. പൂർണ്ണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തുറയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. മഹാക്ഷേത്രങ്ങളുടെ മുന്നിൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത് നാലങ്കൽ കൃഷ്ണപിള്ള. മഹാക്ഷേത്രങ്ങളുടെ മുന്നിൽ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത് നാലങ്കൽ കൃഷ്ണപിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച രാജാവ് ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച രാജാവാണ് ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ. 1949 രൂപീകരിച്ച ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. 1949 രൂപീകരിച്ച ആദ്യത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. കൃഷ്ണനാട്ടം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുവായൂർ ക്ഷേത്രം. കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട്? 24,000. തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവ് ആരാണ്? ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. തന്ത്ര സമുച്ചയത്തിൻ്റെ രചയിതാവാണ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ച വർഷം 1949. കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് 1949. താഴെ പറയുന്നവരിൽ ആരാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തത്? കെ ഭാസ്കരൻ നായർ. തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1950. തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമം നിലവിൽ വന്നത് 1950. ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതിയത് ആരാണ്? ശ്രീ ശങ്കരാചാര്യ. ബ്രഹ്മസൂത്ര ഭാഷ്യം എഴുതിയത് ശ്രീ ശങ്കരാചാര്യ. ഭാരതപ്പുഴയുടെ കൈവഴിയായ ശോകനാശിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം ഏതാണ്? തിരുവാലത്തൂർ ക്ഷേത്രം. ഭാരതപ്പുഴയുടെ കൈവഴിയായ ശോകനാശിനി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രം തിരുവാലത്തൂർ ക്ഷേത്രമാണ്. ഗംഗാദത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാണ കഥാപാത്രം ആരാണ്? ഭീഷ്മർ. ഗംഗാദത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാണ കഥാപാത്രമാണ് ഭീഷ്മർ. താഴെ കൊടുക്കുന്നതിൽ താരകാസുരന്റെ പുത്രൻ ആരാണ്? വിദ്യുന്മാലി. വിദ്യുന്മാലിയാണ് താരകാസുരന്റെ പുത്രൻ. അമ്പലമില്ല, പൂജയുമില്ല, പ്രതിഷ്ഠയുമില്ല, ഈ രൂപമില്ലാത്ത മൂർത്തി കുടികൊള്ളുന്നത് ഏത് സ്ഥലത്താണ്? ഓച്ചിറ. അമ്പലമില്ല, പൂജയുമില്ല, പ്രതിഷ്ഠയുമില്ല, ഈ രൂപമില്ലാത്ത മൂർത്തി കുടികൊള്ളുന്നത് ഓച്ചിറയിലാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 8 നാഴികയോളം തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവാലയം ഏതാണ്? പെരുവനം മഹാശിവക്ഷേത്രം. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 8 നാഴികയോളം തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേവാലയമാണ് പെരുവനം മഹാശിവക്ഷേത്രം. ദേവശില്പിയുടെ പേരെന്താണ്? വിശ്വകർമാവ്. ദേവശില്പിയുടെ പേര് വിശ്വകർമാവ് എന്നാണ്. ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന അഗാധ പണ്ഡിതനും മഹാതാത്വികനുമായിരുന്ന ശ്രേഷ്ഠനായ ഈ മുനിയുടെ പേരെന്താണ്? യാജ്ഞവൽക്യൻ. ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന അഗാധ പണ്ഡിതനും മഹാതാത്വികനുമായിരുന്ന ശ്രേഷ്ഠനായ മുനിയുടെ പേരാണ് യാജ്ഞവൽക്യൻ. ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രം? പള്ളിയറ ക്ഷേത്രം. ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രമാണ് പള്ളിയറ ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ചിത്രം ഏത് പുരാണ കഥയെ ആസ്പദമാക്കി വരച്ചതാണ്? ഗജേന്ദ്രമോക്ഷം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്ന് പ്രസിദ്ധിയാർജിച്ച ചിത്രം ഗജേന്ദ്രമോക്ഷം എന്ന പുരാണ കഥയെ ആസ്പദമാക്കി വരച്ചതാണ്. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നാടകശാല സദ്യ എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേരെന്ത്? കോദണ്ഡം. ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേരാണ് കോദണ്ഡം. കുബേരൻ്റെ ഉദ്യാനത്തിൻ്റെ പേര്? ചൈത്രരഥം. കുബേരൻ്റെ ഉദ്യാനത്തിൻ്റെ പേരാണ് ചൈത്രരഥം. കഥകളിയുടെ പൂർവ്വ രൂപമേത്? രാമനാട്ടം. കഥകളിയുടെ പൂർവ്വ രൂപമാണ് രാമനാട്ടം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം
1936. ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം 1936. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത ഏത്? ചെണ്ട. പഞ്ചവാദ്യത്തിൽ ചെണ്ട ഉൾപ്പെടുന്നില്ല. പടയണി എന്ന ഗ്രന്ഥം രചിച്ചതാര്? കടമ്മനിട്ട വാസുദേവൻ പിള്ള. പടയണി എന്ന ഗ്രന്ഥം രചിച്ചത് കടമ്മനിട്ട വാസുദേവൻ പിള്ള. ബ്രഹ്മാവിൻ്റെ വാഹനം ഏത്? അരയന്നം. ബ്രഹ്മാവിൻ്റെ വാഹനമാണ് അരയന്നം. തൃശ്ശൂർ പൂരം ആരംഭിച്ചതാര്? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഭാഷ ഭഗവത്ഗീത രചിച്ചത്? മാധവ പണിക്കർ. ഭാഷ ഭഗവത്ഗീത രചിച്ചത് മാധവ പണിക്കർ. അനന്തൻ്റെ മുകളിലിരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള പ്രസിദ്ധ ക്ഷേത്രം? ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. അനന്തൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. പ്രസിദ്ധമായ മച്ചാട്ട് മാമാങ്കം തൃശ്ശൂർ ജില്ലയിലാണ്. വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി? പരമേശ്വരൻ. വേട്ടക്കാരൻ എന്ന സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് പരമേശ്വരൻ. ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം? 7. ക്ഷേത്രങ്ങളിൽ ആലിന് ചുറ്റും 7 പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ആചാരം. പ്രദോഷവ്രതം ഏതു തിഥിയിൽ ആണ് ആചരിക്കുന്നത്? ത്രയോദശി. പ്രദോഷവ്രതം ത്രയോദശി തിഥിയിൽ ആണ് ആചരിക്കുന്നത്. ഉത്സവബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യം? മരപ്പാണി. ഉത്സവബലി, വലിയ കലശങ്ങൾ എന്നിവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട ദേവവാദ്യമാണ് മരപ്പാണി. ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യമേത്? പൊട്ടൻ തെയ്യം. ചാതുർവർണ്ണത്തിനെതിരെ പ്രതികരിക്കുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം. മീനമാസത്തിലെ പൂരത്തിനോട് അനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളി? മറുത്തുകളി. മീനമാസത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിൽ നടക്കുന്ന സംവാദാത്മകമായ മത്സരക്കളിയാണ് മറുത്തുകളി. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏത് ഉപനിഷത്തിൽ ഉൾപ്പെടുന്നു? ബൃഹദാരണ്യകം. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ബൃഹദാരണ്യകം ഉപനിഷത്തിലാണ് ഉൾപ്പെടുന്നത്. ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദം? ഋഗ്വേദം. ഹോതൃവേദം എന്നറിയപ്പെടുന്ന വേദമാണ് ഋഗ്വേദം. ഗൗഡപാദന്റെ കാരികയോട് കൂടി പ്രസിദ്ധമായ ഉപനിഷത്ത്? മാണ്ഡൂക്യം. ഭഗവത്ഗീതയുടെ ഏത് അധ്യായത്തിലാണ് വിശ്വരൂപ ദർശനയോഗമെന്ന് അറിയപ്പെടുന്നത്? 11-ാം അധ്യായം. ഭഗവത്ഗീതയുടെ 11-ാം അധ്യായമാണ് വിശ്വരൂപ ദർശനയോഗം എന്ന് അറിയപ്പെടുന്നത്. പാണ്ഡവരുടെ മാതുലനായ ശല്യർ ആരുടെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്? കർണന്റെ. പാണ്ഡവരുടെ മാതുലനായ ശല്യർ കർണന്റെ സാരഥിയായാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത്. ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വ മീമാംസകൻ ആരാണ്? മന്ദന മിശ്രൻ. ആദി ശങ്കരാചാര്യരുടെ ശിഷ്യനായി തീർന്ന പൂർവ്വ മീമാംസകനാണ് മണ്ഡന മിശ്രൻ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആൾവാർമാർ. തമിഴ്നാട്ടിലെ വൈഷ്ണവ സന്യാസിമാർ ആൾവാർമാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? തുളസീദാസ്. രാമചരിതമാനസം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് തുളസീദാസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഏത് ദേവസ്ഥത്തിൻ്റെ കീഴിലാണ്? മലബാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്ഥത്തിൻ്റെ കീഴിലാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? 1956. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1956. ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെ? പത്തനംതിട്ട. ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവത പ്രതിഷ്ഠയില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രം? കൂടൽമാണിക്യം സംഗമേശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവത പ്രതിഷ്ഠകളില്ലാത്ത തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൂടൽമാണിക്യം സംഗമേശ്വര ക്ഷേത്രം. ഇനിയാണത് 2024 നടന്ന 2 പരീക്ഷകളാണ്. ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. കേരളീയ തന്ത്രഗ്രന്ഥമായ പുടയൂർ ഭാഷയുടെ മറ്റൊരു പേര് എന്താണ്? ക്രിയാദീപിക. കേരളീയ താന്ത്രിക ഗ്രന്ഥമായ പുടയൂർ ഭാഷയുടെ മറ്റൊരു പേരാണ്
ക്രിയാദീപിക. വിഗ്രഹങ്ങൾ ശുദ്ധീകരിക്കാനുള്ള താന്ത്രിക ആചാരം. ധാര. വിഗ്രഹങ്ങൾ ശുദ്ധീകരിക്കാനുള്ള തന്ത്ര ആചാരമാണ് ധാര. കൊച്ചി രാജകുടുംബത്തിൻ്റെ കുലദേവത ക്ഷേത്രം. പൂർണ്ണത്രയീശ ക്ഷേത്രം. കൊച്ചി രാജകുടുംബത്തിൻ്റെ കുലദേവത ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. വടക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ നടത്തുന്ന ഒരു പരമ്പരാഗത നൃത്ത ചടങ്ങ് പൂരക്കളി. വടക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ നടത്തുന്ന ഒരു പരമ്പരാഗത നൃത്ത ചടങ്ങാണ് പൂരക്കളി. രാമാനുജനാചാര്യൻ മുന്നോട്ട് വച്ച തത്വചിന്ത ഏത്? വിശിഷ്ട അദ്വൈത വേദാന്ത. രാമാനുജരാചാര്യൻ മുന്നോട്ട് വച്ച തത്വചിന്തയാണ് വിശിഷ്ട അദ്വൈത വേദാന്ത. നാട്യകൽപ്പദ്രുമത്തിൻ്റെ രചയിതാവ് ആരാണ്? മാണിമാധവ ചാക്യാർ. നാട്യകൽപ്പദ്രുമത്തിൻ്റെ രചയിതാവാണ് മാണിമാധവ ചാക്യാർ. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യമേത്? ചെണ്ട. പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്ത വാദ്യമാണ് ചെണ്ട. സാമവേദവുമായി ബന്ധപ്പെട്ട ഉപനിഷത്ത്. ചാന്തക്യ ഉപനിഷത്ത്. സാമവേദവുമായി ബന്ധപ്പെട്ട ഉപനിഷത്താണ് ചാന്തക്യ ഉപനിഷത്ത്. ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പുരുഷശില. ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കേണ്ട ദേവതകളുടെ ശിലാവിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പുരുഷശില ഉപയോഗിച്ചാണ്. വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രം. കൊട്ടിയൂർ ക്ഷേത്രം. വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപർ. ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. തന്ത്രസമുച്ചയം 2 വാല്യങ്ങളാക്കിയ ആദ്യ പത്രാധിപരാണ് ഡോക്ടർ ടി ഗണപതി ശാസ്ത്രി. ഡാഷിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മപർവം. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൻ്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. സുബ്രഹ്മണ്യദേവൻ്റെ പ്രത്യേക പ്രായശ്ചിത്തം ഏതാണ്? കൗമാര കലശം. സുബ്രഹ്മണ്യദേവൻ്റെ പ്രത്യേക പ്രായശ്ചിത്തം ആണ് കൗമാര കലശം. ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ആറാട്ടുപുഴ ക്ഷേത്രം. ഏറ്റവും വലിയ പൂരം ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് ആറാട്ടുപുഴ ക്ഷേത്രം. ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് സത്യാർത്ഥ പ്രകാശ്. ദയാനന്ദ സരസ്വതി എഴുതിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് സത്യാർത്ഥ പ്രകാശ്. എപ്പോഴാണ് പ്രസിദ്ധ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. 1936 നവംബർ 12 പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ചാന്തോക്യോപനിഷത്തിൻ്റെ പ്രസിദ്ധമായ മഹാവാക്യം ഏതാണ്? തത്വമസി. ചാന്തോക്യോപനിഷത്തിൻ്റെ പ്രസിദ്ധമായ മഹാവാക്യമാണ് തത്വമസി. വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ഡാഷായി കണക്കാക്കപ്പെടുന്നു. ചെവികൾ. വേദാംഗ നിരുക്തിയെ വേദങ്ങളുടെ ചെവികളായി കണക്കാക്കപ്പെടുന്നു. മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം 2008. മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത് 2008. ഗണപതിയുടെ വാഹനം ഏത്? എലി. ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത്? ഭഗവത്ഗീത. സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന ശിലാവിഗ്രഹത്തിന് പറയുന്ന പേരെന്ത്? ചിത്രകൂടക്കല്ല്. ശനിയുടെ വാഹനം ഏത്? കാക്ക. തന്ത്രസമുച്ചയത്തിൻ്റെ രചയിതാവ് ആര്? ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട്. സുപ്രസിദ്ധ ക്ഷേത്രശില്പഗ്രന്ഥം ഏത്? വിശ്വകർമ്മ്യം. വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത്? ദ്രാവിഡം. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്? തിരുവിതാംകൂർ. ശ്രീനാരായണ ഗുരു അരൂപ്പുറത്ത് പ്രതിഷ്ഠിച്ച ദേവപ്രതിഷ്ഠ ആരുടേതാണ്? ശിവൻ. ഏത് ദേവനാണ് ഗോപിയായി ചന്ദനം കുറി തൊടുവാൻ പറയുന്നത്? വിഷ്ണു. ശാസ്താവിൻ്റെ വാഹനം ഏത്? കുതിര. സന്താന ലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? മണ്ണാറശാല. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏത്? അനന്തപുരം ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി സ്വരൂപം ഏതാണ്? കിരാതമൂർത്തി. ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്?
പന്തളം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണ്? വിളക്ക് തെളിയിക്കൽ. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മലനട. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? പാൽപ്പായസം. വള്ളംകളി ഉത്സവമായിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം? ആറന്മുള പാർത്ഥ സാരഥി ക്ഷേത്രം. ആറ്റുകാൽ പൊങ്കാല ഏത് മാസത്തിലാണ് നടക്കുന്നത്? കുംഭം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. വിഷ്ണു ക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണമാണ് പറഞ്ഞിരിക്കുന്നത്? 4. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആര്? പൂന്താനം. ഉത്സവകാലത്ത് കോഴിക്കല്ല് മൂടുന്ന സമ്പ്രദായം ഏത് ക്ഷേത്രത്തിലാണ്? കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശിരസ്. ക്ഷേത്രങ്ങളിൽ പൂജ സമയത്ത് തൂവുന്ന ബലിക്കല്ല് ഏത്? അഗ്നി. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എത്ര തരം ഉത്സവങ്ങളെ പറയപ്പെടുന്നു? 3. വിഷ്ണുവിന് പ്രാധാന്യമുള്ള നക്ഷത്രം ഏത്? തിരുവോണം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ കഥകളി വഴിപാടായി നടത്തുന്ന ക്ഷേത്രം ഏത്? തിരുവല്ലഭ ക്ഷേത്രം. ശംഖനാഥം മുഴക്കാത്ത ക്ഷേത്രം ഏത്? ഇക്കരെ കൊട്ടിയൂർ. രാവിലെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസം ഏത്? കർക്കിടകം. കഴകക്കാർ ഇല്ലാത്ത ക്ഷേത്രം ഏത്? രായിരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഏത് ക്ഷേത്രത്തിൽ ആണ് ഉള്ളത്? വടക്കുംനാഥൻ. നിത്യേന ബ്രാഹ്മണിപ്പാട്ട് നടത്തി വരുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? തിരു ഐരാണിക്കുളം ക്ഷേത്രം. കേരളത്തിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോട്ടയം. ഗ്രഹണം ബാധിക്കാത്ത ക്ഷേത്രം ഏത്? തിരുവാർപ്പ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രം. സൂര്യഗായത്രിയുടെ ദേവത ഏത്? സവിതാവ്. വൈശാഖ മാസത്തിൽ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ. മത്തവിലാസം കൂത്ത് ഏത് ദേവന്റെ ക്ഷേത്രങ്ങളിലാണ് നടത്തപ്പെടുന്നത്? ശിവൻ. തോൽപ്പാവക്കൂത്ത് ഏത് പുരാണത്തിൻ്റെ ഭാഗമായാണ് പ്രദർശിപ്പിക്കുന്നത്? കമ്പരാമായണം. വലിയ പാണിക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിൻ്റെ പേരെന്ത്? മരം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര്? വള്ളത്തോൾ. പന്നിയൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത് സങ്കല്പത്തിൽ ആണ്? വരാഹമൂർത്തി. ഒരു നാലമ്പലത്തിൽ ശിവൻ, ശങ്കരനാരായണൻ, വിഷ്ണു എന്നീ ദേവന്മാരെ പ്രധാനമായി പ്രതിഷ്ഠിച്ച ക്ഷേത്രമേത്? തിരുവേഗപ്പുറ മഹാദേവ ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമേത്? കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. പ്രസിദ്ധമായ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. കേരളത്തിൽ 4 തന്ത്രിമാരുള്ള ക്ഷേത്രം ഏതാണ്? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പൂജയ്ക്ക് ചന്ദനം കുറിതൊടുവാനുള്ള മന്ത്രമേത്? മൂലം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജയ്ക്ക് മണി അടിക്കാത്ത ക്ഷേത്രമേത്? ചമ്രവട്ടത്ത് അയ്യപ്പ ക്ഷേത്രം. അത്താഴപൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള ക്ഷേത്രമേത്? തളിപ്പറമ്പ് ക്ഷേത്രം. തത്വമസി എന്ന പദം ഏത് ഉപനിഷത്ത് വാക്യമാണ്? ചാന്തക്യോപനിഷത്ത്. ചിലന്തിയമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ക്ഷേത്രമേത്? പള്ളിയറ ക്ഷേത്രം. ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമേത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തൃപ്പൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രമേത്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിൻ്റെ പേരെന്ത്? മിഴാവ്. തിരുവണ്ടങ്കുന്ന് ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം നീങ്ങുന്നതിനുള്ള മാംഗല്യപൂജ നടത്തുന്നത് ഏത് ദേവീ ദേവന്മാർക്കാണ്?
ഗണപതി. പുരാണങ്ങൾ എത്ര? 18. ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് തുടങ്ങിയത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വാസം? ഗുരുവും വായുവും. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാര്? മാനവേദൻ. തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം? കൊട്ടിയൂർ. ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് നടത്താറുള്ള കേരളത്തിലെ ക്ഷേത്രമേത്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പറയിവറ്റ പന്തിരുകുലത്തിലെ അവസാനത്തെ അംഗം ദൈവമായി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം? വായില്ല കുന്നിലപ്പൻ ക്ഷേത്രം. പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടുന്ന വാദ്യമേത്? ചെണ്ട. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങൾ ഉണ്ട്? 18. ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠം എവിടെയാണ് ഉള്ളത്? ദ്വാരക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുടെ ക്ഷേത്രം ഏതാണ്? തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. കേരളത്തിൽ തെറിപ്പാട്ട് ആചാരമായ ക്ഷേത്രം? കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം? ആദിത്യപുരം ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രം? അരൂപ്പുറം ശിവക്ഷേത്രം. ശിവന്റെ വാദ്യമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഡമരു. വിഷ്ണുവിൻ്റെ ഗദയുടെ പേരെന്ത്? കൗമോദകി. അദ്വൈതം എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ച് സ്ഥാപിച്ച ആചാര്യൻ? ശങ്കരാചാര്യർ. കേരളത്തിൽ സാധാരണ ജനഹൃദയങ്ങളിൽ രാമകഥ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച വ്യക്തി? പങ്കുവഹിച്ച കൃതി? അധ്യാത്മരാമായണം, കിളിപ്പാട്ട്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഭീഷ്മപർവം. വിവിധ നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളിൽ ദേവീ ദേവന്മാരുടെ രൂപങ്ങൾ വരയ്ക്കുന്ന സമ്പ്രദായത്തിൻ്റെ പേരെന്ത്? കളമെഴുത്ത്. വിഗ്രഹമില്ലാത്ത ഭഗവതി ക്ഷേത്രം എന്ന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമേത്? കാടാമ്പുഴ ഭഗവതി. നിത്യവും 12,000 പുഷ്പാഞ്ജലി എന്ന പ്രസിദ്ധ വഴിപാടുള്ള ക്ഷേത്രം? കുമാരനെല്ലൂർ. ക്ഷേത്ര അഭിവൃദ്ധിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ഉത്സവം. ഏത് കാവ്യത്തിൻ്റെ നൃത്തകല രൂപാവതരണമാണ് കൃഷ്ണനാട്ടം? കൃഷ്ണഗീതി. ഉച്ചപൂജ സമയത്ത് ഇടയ്ക്കവാദ്യം ഏത് രാഗത്തിലാണ് വായിക്കുന്നത്? ത്രിപുട. ജ്ഞാനകാന്ഡം ഏതാണ്? ഉപനിഷത്തുകൾ. മഹാഭാരതത്തിൻ്റെ മറ്റൊരു പേര്? ജയകാവ്യം. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ പ്രയോക്താവ്? എഴുത്തച്ഛൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യൻ? മന്നത്ത് പത്മനാഭൻ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? സ്വാതി തിരുനാൾ.